നാരായണ 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 അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഭാഗവതത്തിലെ പൂതനാമോക്ഷം, ബാലലീല, ഈ രണ്ട് വിഷയങ്ങളാണ് പ്രഭാഷണ വിഷയം. മുഖവുരയായിട്ട് യാതൊന്നും പറയാനില്ല, അതുകൊണ്ട് നേരിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഭാഗവതത്തിലെ പൂതനാമോക്ഷമാണ് ആദ്യത്തെ ഒരു വിഷയം. ഭഗവാൻ ഭൂമിയിൽ വന്ന് അവതരിച്ചു. കാരാഗൃഹത്തിലാണ് അവതരിച്ചത്. വസുദേവർ ആ ഉണ്ണിയെ എടുത്ത് നേരെ അമ്പാടിയിൽ കൊണ്ടുവന്നു. അമ്പാടിയിലെത്തിയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, യശോദ പ്രസവിച്ച. ആ പെൺകുട്ടി സാക്ഷാൽ രാജരാജേശ്വരിയായ ഭഗവതിയാണ്. ആ ഭഗവതിയെ അവിടെ നിന്നെടുത്ത് നേരെ ദേവകിയുടെ കയ്യിലേക്ക് കൊടുത്തു. ദേവകിയുടെ കയ്യിൽ നിന്ന് ആ പെൺകുട്ടി ആകാശത്തിൽ ഉയർന്ന് കംസനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അമ്പാടിയിൽ ഭഗവാൻ എത്തിയപ്പോൾ ആ അമ്പാടി മുഴുവനും രമാക്രീഡം അഭൂനൃപ എന്ന് പറയുന്നുണ്ട്. രമ പറഞ്ഞാൽ ലക്ഷ്മി ദേവി, ലക്ഷ്മി ദേവിയുടെ ക്രീഡാങ്കണമായി മാറി. അല്ലെങ്കിലും അതേ നന്ദഗോകുലം മുഴുവനും വളരെ സമ്പൽ സമൃദ്ധമാണ്. ഇപ്പോൾ ഒന്നുകൂടി സമ്പൽ സമൃദ്ധമായി ആര് വന്നപ്പോൾ? ശ്രീകൃഷ്ണ ഭഗവാൻ വന്നപ്പോൾ. മാത്രമല്ല, ഗോപസ്ത്രീകളെല്ലാവരും ഭഗവാനെ കാണാൻ വേണ്ടി വന്നു. ഗോപന്മാരെല്ലാവരും ഭഗവാനെ കാണാൻ വേണ്ടി വന്നു. ഗോപ്യ സുമൃഷ്ട മണികുണ്ടല നിഷ്കണ്ഠ ചിത്രാംബരാഹ പതിശിഖാച്യുത വല്യപരുഷാഹ നന്ദാലയം സവലയ വ്രജതീർവിരേജു വ്യാലോലകുണ്ടല പയോധര ഹാലശോഭ എന്ന് പറയുന്നു. ഏറ്റവും നല്ല ആഭരണങ്ങളും വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടാണ് അമ്പാടിയിലുള്ള ഗോപികാർ ആരെ കാണാൻ വന്നത്? ഈ ഉണ്ണിയെ കാണാൻ വന്നത്. അവർക്ക് ആ ഉണ്ണിയെ എത്രയെത്ര കണ്ടിട്ടും മതി വരുന്നില്ല. ചില ഗോപികമാർ ഭഗവാന്റെ പാദമാണ് നോക്കിയത്. ആ പാദത്തിൽ വജ്രം, അങ്കുശം, ധ്വജം, സരോരുഹം മുതലായ രേഖകളൊക്കെ അവർ കണ്ടു. താമരപ്പൂവിനേക്കാൾ മൃദുലമായ ഭഗവാന്റെ പാദം ചില ഗോപികമാർ നോക്കിയപ്പോൾ ഭഗവാന്റെ കൈകളാണ് ചില ഗോപികമാർ നോക്കിയിരുന്നത്. ഭഗവാന്റെ കൈകളും അങ്ങനെ തന്നെയാണ്, താമരപ്പൂ പോലെ മനോഹരമാണ്, മൃദുലമാണ്. ഇനി ഭഗവാന്റെ മുഖം നോക്കിയാലോ, അതുപോലെ താമരപ്പൂ പോലെ അതിമനോഹരമാണ് ഭഗവാന്റെ മുഖം, നല്ല പുഞ്ചിരിക്കുന്ന മുഖമാണ്. ഏതേത് ഭാഗത്തേക്കാണോ ഗോപികമാർ നോക്കിയത് അവർക്ക് ആ ഭാഗത്ത് നിന്ന് കണ്ണെടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് വേദവ്യാസ മഹർഷി ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. കാരണം അത്രയും സുന്ദരമായിരുന്നു ഭഗവാന്റെ സ്വരൂപം. ഇങ്ങനെ ഗോപസ്ത്രീകളെല്ലാവരും ഭഗവാനെ കണ്ടിട്ടും മതിവരാതെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു അവിടെ. മാത്രമല്ല, ഗോപികമാർ വരുന്ന സമയത്ത് അവർ പല പല സാധനങ്ങൾ ഭഗവാനെ സമർപ്പിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വെണ്ണ, തൈര്, പാല്, ഇങ്ങനെയുള്ള നിരവധി സാധനങ്ങൾ ഭഗവാനെ സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ രോഹിണി മുതലായ ആൾക്കാരാണ് അകത്തൊക്കെ വാങ്ങി വയ്ക്കുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും അമ്പാടിയിൽ വെണ്ണയുടെയും പാലിൻ്റെയും ഒക്കെ നദികൾ തന്നെ ഒഴുകാൻ തുടങ്ങിയെന്നാണ് ഭാഗവതം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക. ഈ സമയത്താണ് പൂതനയുടെ വരവ്. പൂതന ലോകപാലഗ്നി രാക്ഷസി രുധിരാശന ജിഘാംസയാവി ഹരയെ സ്തനം ദത്വാവ സൽഗതിം എന്നൊരു ശ്ലോകമുണ്ട് ഭാഗവതത്തിൽ. ജിഘാംസ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ആലോചിക്കട്ടെ. ജിഘാംസ പറഞ്ഞാൽ ഹന്തും ഇച്ഛാ ജിഘാംസ, കൊല്ലുവാനുള്ള ആഗ്രഹത്തിനാണ് ജിഘാംസ എന്ന് പറയാം. ഈ പൂതന ലോകപാലഗ്നി, എത്രയോ കൊച്ചുകുട്ടികളെ കൊന്നുകൊന്ന് സഞ്ചരിക്കുന്നവളാണ്. മധുരാപുരിയിൽ ഈ കംസൻ ഈ കാര്യം പറഞ്ഞ ഉടനെ തന്നെ പൂതന പറഞ്ഞു, കുട്ടികളെയൊക്കെ ഞാൻ കൊന്നോളാമെന്ന്. അടുത്ത കാലത്തുണ്ടായ 10 ദിവസം ആയവരും 10 ദിവസം ആവാത്തവരുമായ എല്ലാ കുട്ടികളെയും എൻ്റെ സ്ഥലങ്ങളിൽ വിഷം പുരട്ടി ഞാൻ കൊന്നുകൊള്ളാം എന്ന് പൂതന വാക്ക് കൊടുത്തിരുന്നു. അങ്ങനെ ലോകപാലഗ്നി, എത്രയോ കുട്ടികളെ, ശിശുക്കളെ കൊന്ന് സഞ്ചരിക്കുന്നവളാണ് ഈ പൂതന.
അവൾക്ക് ജിഘാംസയ, ഇനി ആരെയും കൊല്ലാൻ തോന്നി. ജിഘാംസ പറഞ്ഞാൽ കൊല്ലുവാനുള്ള ആഗ്രഹം. കൃഷ്ണനെ കൊല്ലണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവൾ നേരെ അമ്പാടിയിലേക്ക് വന്നു. പുഴ കടന്നാലല്ലേ അമ്പാടിയിലെത്തുള്ളൂ. അപ്പോൾ അവൾ എന്ത് ചെയ്തു? പുഴയുടെ അക്കരെ നിന്ന് നല്ലൊരു പക്ഷിയായിട്ട് മാറി. ഒരു പക്ഷിയാണെങ്കിൽ പിന്നെ പുഴ പറന്ന് കിടക്കാൻ വിഷമമൊന്നുമില്ല. അങ്ങനെ പക്ഷിയായിട്ട് പുഴ നന്നായിട്ട് പറന്ന് കടന്ന് അക്കരെ എത്തി. അവിടെ ഒരു മരത്തിൻ്റെ മുകളിൽ പൂതന പക്ഷിയായിട്ട് അവിടെ ഇരുന്നു. അപ്പോഴാണ് താഴെ നിന്ന് ഒരുപാട് ഗോപികമാർ സുമൃഷ്ട മണി കുണ്ടല നിഷ്കണ്ഠ്യ ചിത്രാംബരാഹ, നല്ല നല്ല വേഷങ്ങളൊക്കെ ധരിച്ചു ഗോപികന്മാർ കൃഷ്ണനെ കാണാൻ പോകുന്നവരെ കണ്ടു. കൃഷ്ണനെ കണ്ട് മടങ്ങി വരുന്നവരെ കണ്ടു. ഈ പക്ഷി രൂപത്തിലിരിക്കുന്ന പൂതന എല്ലാ ഗോപികമാരെയും ശ്രദ്ധയോടെ നിരീക്ഷിച്ചതിനായിരുന്നു, അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലൊരു ഗോപികയുടെ വേഷം കെട്ടാം എന്ന് പൂതനയ്ക്ക് തോന്നി. ഒരു വേഷം കെട്ടുമ്പോൾ അഭിനയം ഗംഭീരമാവണ്ടേ. ഭഗവാൻ ഏതായാലും വേഷം മാറി വന്നിരിക്കുകയാണ്. പൂതന ആലോചിച്ചു, സാക്ഷാൽ പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാൻ, പരബ്രഹ്മത്തിന് എന്തില്ല? രൂപമില്ല. രൂപം പ്രതിരൂപോ ബഭൂവ എന്ന് ഉപനിഷത്ത് പറയും. ഇപ്പം രൂപമില്ലാത്ത ബ്രഹ്മമാണ് അമ്പാടിയിൽ യശോദയുടെ ഉണ്ണിയായി, ഒരു ഉണ്ണിക്കണ്ണനായി വന്നത്. അപ്പോൾ ഭഗവാൻ വേഷം മാറി വന്നിരിക്കുകയാണെന്ന് അർത്ഥം. പൂതന വിചാരിച്ചു, ഞാൻ ഏതായാലും രാക്ഷസിയായിട്ട് അങ്ങോട്ട് പോകുന്നില്ല, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല എന്ന് കരുതി ഗോപസ്ത്രീകളെ നല്ലതുപോലെ നോക്കി. ഗോപികമാരെങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് അവർ വർത്തമാനം പറയുന്നത്, എങ്ങനെയാണ്, ഇതെല്ലാം തന്നെ പൂതന നല്ലതുപോലെ മനസ്സിലാക്കി ഒരു ഗോപികയുടെ വേഷം കെട്ടി ആ പക്ഷിയുടെ രൂപം ഉപേക്ഷിച്ചു. പൂതനയ്ക്ക് ഇഷ്ടമുള്ള വേഷം കെട്ടാനുള്ള കഴിവുണ്ട്. ഇത്രയും നേരം അവൾ പക്ഷിയായിരുന്നു. അവൾ പക്ഷിയുടെ രൂപം മാറ്റിയിട്ട് നല്ല ഒരു സുന്ദരിയായ ഒരു ഗോപികയുടെ വേഷം കെട്ടി ഗോപികമാരുടെ ഇടയിൽ കൂടെ പൂതന നടക്കാൻ തുടങ്ങി. കാണുന്നവരോടൊക്കെ നന്നായിട്ട് വർത്തമാനം പറയുന്നുണ്ട്, കുശല പ്രശ്നങ്ങൾ ചെയ്യുന്നുണ്ട്. ആർക്കും സംശയമൊന്നും തോന്നിയില്ല. ചില ആൾക്കാർ വിചാരിച്ചു ഒരുപക്ഷേ ഈ മഹാവിഷ്ണു ഭൂമിയിൽ വന്ന് അവതരിച്ചതാണല്ലോ, അപ്പം മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയാണോ വരുന്നത്, സംശയം തോന്നാനൊരു കാരണമുണ്ട്. ഈ പൂതനയുടെ ഒരു കയ്യിൽ ഒരു താമരപ്പൂ ഉണ്ടായിരുന്നു. ഒരു താമരപ്പൂ വെറുതെ കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ താമരപ്പൂ ആരുടെ കയ്യിലാണ് ഉണ്ടാവുക? ലക്ഷ്മി ദേവിയുടെ കയ്യിലാണ് ഉണ്ടാവുക. അപ്പോൾ ചില ഗോപികമാർക്ക് തോന്നി സാക്ഷാൽ മഹാവിഷ്ണുവായിരിക്കുന്ന ഭഗവാനെ കാണാൻ വേണ്ടി ലക്ഷ്മി ദേവി തന്നെ വരികയാണോ എന്ന് ചിലർക്ക് തോന്നി. നല്ല സൗന്ദര്യമുണ്ട്, നല്ല വേഷവിധാനങ്ങളൊക്കെ ഉണ്ട്, സുന്ദരിയാണ് പൂതന. ധാരാളം മുടിയുണ്ട് പൂതനയ്ക്ക്. ആ മുടിയിൽ ധാരാളം പൂക്കളൊക്കെ ചൂടിയിട്ടുണ്ട്. ആ പൂക്കളിലുള്ള തേനുണ്ണാൻ വേണ്ടി വണ്ടുകൾ ഇങ്ങനെ പാറിപ്പാറി നടക്കുന്നുണ്ട്. ആരുടെ പിന്നാലെ? പൂതനയുടെ പിന്നാലെ. അങ്ങനെ പൂതന വരികയാണ്. അതുകൊണ്ടാണ് യശോദയ്ക്കോ രോഹിണിക്കോ പോലും ഒരു സംശയവും തോന്നിയില്ല, ഇത് ആരാന്ന്, ഇത് രാക്ഷസിയാണെന്നൊന്നും മനസ്സിലായില്ല. അങ്ങനെ പൂതന നേരെ അകത്ത് വന്നു. ഞാൻ ഈ ഉണ്ണിയെ എടുക്കട്ടെ ചോദിച്ചു. യശോദ പറഞ്ഞു, അത് ചോദിക്കാനൊന്നുമില്ല, ഇവിടെ എല്ലാ ഗോപികമാരും ആരെ എടുക്കാറുണ്ട്? ഈ ഉണ്ണിയെ എടുക്കാറുണ്ട്, നിനക്കും എടുക്കാം. അപ്പോഴും പൂതനയ്ക്ക് മനസ്സിലായില്ല ഇത് രാക്ഷസിയാണെന്ന് മനസ്സിലായില്ല. അങ്ങനെ പൂതന ആരെ എടുത്തു? ഭഗവാനെ എടുത്ു, മടിയിൽ വെച്ചു. എന്നിട്ട് ഈ സ്തന്യം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട സമയത്ത് ഭഗവാൻ നോക്കിയപ്പോൾ ആ സ്ഥലങ്ങളിൽ നിന്ന് ഭഗവാന് കാണാൻ കഴിഞ്ഞത് കാളകൂട വിഷമാണ്. ഇവൾ എത്രയോ കുട്ടികളെ കൊന്നു വന്നവളാണെന്ന് ഭഗവാന്റെ മനസ്സിൽ. ആ സമയത്ത് ഭഗവാൻ ചരാചരാത്മാസ നിമീലിതക്ഷണ എന്നാണ് ഭാഗവതത്തിലെ ശ്ലോകം. ചരാചരാത്മാവായിരിക്കുന്ന ഭഗവാൻ ആ സമയത്ത് നിമീലിതക്ഷണനായിരുന്നു. നിമീലിതക്ഷണം പറഞ്ഞാൽ, ഈക്ഷണം പറഞ്ഞാൽ കണ്ണ്, നിമീലിതം പറഞ്ഞാൽ അടയ്ക്കുക എന്നർത്ഥം. ഭഗവാൻ പൂതന വന്ന സമയത്ത് കണ്ണടച്ചു കിടക്കുകയായിരുന്നു. വ്യാഖ്യാതാക്കൾ ആ നിമീലിതക്ഷണയ്ക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തിനാണ് ഭഗവാൻ കണ്ണടച്ചു കിടന്നത്? ഒന്നുകിൽ കഴിഞ്ഞ അവതാരത്തിൽ ഭഗവാൻ ആദ്യമായിട്ട് ചെയ്തതെന്താ? രാമാവതാരത്തിൽ ഒരു സ്ത്രീവധമാണ് ചെയ്തത്, താടകയെ കൊന്നു. അത് ഭഗവാനെ പറ്റിയൊരു പരാതിയായിട്ട് ഇന്നും നിലനിൽക്കുന്ന, കാരണം സ്ത്രീകളെ കൊല്ലരുതെന്നാണ് പറയുക. കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ ചെയ്യാൻ പോകുന്നതും എന്താണ്? സ്ത്രീവധമാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയാലോ, ഞാൻ കണ്ണടച്ച് കിടക്കുകയായിരുന്നു, ഞാൻ അറിഞ്ഞില്ല, ഏതോ ഒരു സ്ത്രീ എന്നെ എടുത്തു, അത് ചത്തുപോയി എന്ന് വേണേൽ ഭഗവാൻ പറഞ്ഞ് രക്ഷപ്പെടാം. അതിനു വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ചരാചരാത്മാസ നിമീലിതക്ഷണ. അതല്ലെങ്കിൽ എന്താവാം? ഭഗവാന്റെ അവയവങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ളത് ഭഗവാന്റെ കണ്ണുകൾ കാണാനാണ്. ഇത്രയും മനോഹരമായ കണ്ണുകൾ ഞാൻ ഇവൾക്ക് കാണിച്ചു കൊടുക്കുകയില്ല എന്ന് വിചാരിച്ചു ഭഗവാൻ കണ്ണടച്ചു കാണുന്നതാണോ? അതും അറിയില്ല. ഇനി അതല്ലെങ്കിൽ ഈ ചിന്തിക്കുന്ന സമയത്ത് ചില ആൾക്കാർ കണ്ണടയ്ക്കാറുണ്ടല്ലേ, എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വരുമ്പോൾ കണ്ണടയ്ക്കും. അപ്പോൾ കൃഷ്ണാവതാരത്തിൽ അമ്മാവൻ പറഞ്ഞയച്ച ആദ്യത്തെ ആളാണ് ഈ പൂതന. ഇനി ഒരുപാട് പേര് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞയച്ച ഈ പൂതനയ്ക്ക് ഞാൻ എന്താണ് കൊടുക്കേണ്ടത് എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ചരാചരാത്മാസ നിമീലിതക്ഷണ, ചരാചരാത്മാവായിരുന്ന ഭഗവാൻ കണ്ണടച്ചു കാണുന്നത് എന്തിനാണെന്നറിയില്ല. ഇങ്ങനെ വ്യാഖ്യാതാക്കൾ ഭഗവാൻ കണ്ണടച്ചു എന്നതിനെ പലതരത്തിലാണ് അവരുടെ ഭാവനാലോകത്തിൽ കാണുന്നത്. എന്തായാലും ഭഗവാൻ കണ്ണടച്ചു കിടക്കുകയായിരുന്നു ഉറപ്പാണ്.
എന്നിട്ട് പൂതന ഭഗവാനെ എടുത്തു മടിയിൽ വെച്ചു. ഭഗവാൻ പ്രാണൈസമം രോഷസമന്വിതോ വിപൽ, പ്രാണങ്ങളോടുകൂടി പിടിച്ചു വലിക്കാൻ. പ്രാണൈഹി എന്നുള്ള ബഹുവചനമാണ്. അപ്പോൾ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ ഇങ്ങനെയുള്ള 10 പ്രാണങ്ങളുണ്ട്. ഈ പ്രാണങ്ങൾ ഓരോന്നോരോന്നായിട്ട് പിടിച്ചു വലിക്കുമ്പോൾ വേദനയാവും. അങ്ങനെ പൂതനയുടെ എല്ലാ സന്ധികളിലും വേദനയായി, എല്ലാ ബന്ധങ്ങളിലും വേദനയായി. അങ്ങനെ വേദനയായിട്ട സമയത്ത് അവൾ പറഞ്ഞു, എന്ത്? മുഞ്ച 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 വിട് വിട് എന്ന് പറയുകയാണ്. പക്ഷേ അലം എന്നുള്ളത് ഒരു പ്രാവശ്യമേ പറയുന്നുള്ളൂ അല്ലേ. സാ മുഞ്ച മുഞ്ച ആലമിതി പ്രഭാഷിണി. മുഞ്ച മുഞ്ച എന്ന് 2 തവണ പറയുന്നു. പക്ഷേ അലമെന്ന് ഒരു തവണ ആ ശ്ലോകത്തിൽ നോക്കിയാൽ സംശയമുള്ള ശ്ലോകം നോക്കിക്കോളൂ. സാ അവൾ പൂതന മുഞ്ച മുഞ്ച വിട 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 എന്നിങ്ങനെ പറയുന്നുണ്ട്. 2 തവണയൊക്കെ പറഞ്ഞു. പക്ഷേ അലം എന്ന് പറയാൻ അധികമൊന്നും സംസാരിക്കാൻ പറ്റിയില്ല എന്നർത്ഥം. മുഞ്ച മുഞ്ച എന്നൊക്കെ 2-3 തവണയൊക്കെ പറഞ്ഞു. പക്ഷേ അലമെന്ന് മതി, അലം പറഞ്ഞാൽ മതി എന്നർത്ഥം. മതി എന്ന് ഒരു തവണ പറഞ്ഞപ്പോഴേക്കും തന്നെ അവളുടെ നാവൊക്കെ കുഴഞ്ഞു പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അലം എന്നുള്ള ഒറ്റ തവണ പ്രയോഗിച്ചിട്ടുള്ളൂ അല്ലേ. സാ മുഞ്ച മുഞ്ച അലം ഇതി പ്രഭാഷിണി. എവിടെ വന്നിട്ടാണ് പ്രഭാഷണം ചെയ്യുന്നത്? ഭഗവാന്റെ മുന്നിൽ വന്നിട്ടാണ് അവൾ പ്രഭാഷണം ചെയ്യുന്നത്. സാക്ഷാൽ പരബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ വർണ്ണിച്ചിട്ട് അവൾക്ക് ആകപ്പാട് 2 പദങ്ങളെ കിട്ടിയുള്ളൂ. മുഞ്ച മുഞ്ച അലം, ഒരൊന്നുമില്ല. ഇനി അതിനെ വേണേ വ്യാഖ്യാനിച്ചാൽ പരബ്രഹ്മസ്വരൂപം എന്ന് അർത്ഥം കിട്ടും. അത് വേറൊരു വ്യാഖ്യാനമാണ്. മുഞ്ച മുഞ്ച അലം എന്നുള്ള വ്യാഖ്യാനിച്ചാൽ പരബ്രഹ്മസ്വരൂപിയാണ് അവിടുന്ന് എനിക്ക് മനസ്സിലായി എന്നർത്ഥം കിട്ടും. അതവിടെ ഇരിക്കട്ടെ. ഏതായാലും അവൾക്ക് എല്ലാ ശരീരഭാഗങ്ങളും വേദനിക്കാൻ തുടങ്ങി. അവൾക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവൾ എത്ര ശ്രമിച്ചിട്ടും കൃഷ്ണൻ വിടുന്നില്ല. ഈ കൃഷ്ണന് പ്രത്യേകതയുണ്ട്, പിടിച്ചാൽ പിന്നെ വിടുകയില്ല. അങ്ങനെയാണ് എന്നെയൊക്കെ കൃഷ്ണൻ പിടിച്ചത്. കുട്ടിക്കാലത്ത് ഭാഗവതം വായിച്ചു, ഇപ്പോഴും ഭാഗവതം വായിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്രയെത്ര വായിച്ചിട്ടും മതി വരുന്നില്ല. ആ പുസ്തകമോട്ട് താഴെ വയ്ക്കാനും വയ്യാതായി. എനിക്ക് വിടാൻ പറ്റുന്നില്ല. എന്നെപ്പോലെ തന്നെ ആയിരിക്കും നിങ്ങളും ഞാൻ വിചാരിക്കണം അല്ലേ. ഭാഗവതം ഒരു തവണ കേട്ടാൽ പിന്നെ നമുക്ക് വിടാൻ കഴിയില്ല. ഭഗവാന്റെ കഥ ഒരു തവണ കേട്ടാൽ പിന്നെ നമുക്കത് കേൾക്കണം തോന്നും. ഓരോ തവണ കേൾക്കുമ്പോഴും ആ കഥയ്ക്കൊരു പുതുമയുണ്ട് എന്നർത്ഥം. പ്രതി നിമിഷ നവീനായ എന്ന് മേൽപ്പത്തൂർ ഗുരുവായൂരപ്പൻ ഒരു പേര് കൊടുക്കുന്നുണ്ട്. ഓരോരോ നിമിഷവും ഭഗവാൻ നവീനനാണ്. എന്താ പറഞ്ഞത്? ശ്രദ്ധിച്ചില്ല അല്ലേ. പ്രതി നിമിഷ നവീനായ പറഞ്ഞാൽ എന്താ? 1 മിനിറ്റിൽ 60 നിമിഷങ്ങളുണ്ടല്ലേ. ഇല്ലേ? ഞാൻ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട്ടൊക്കെ 60, അവിടെ 60 ഇല്ലേ? ഉണ്ടാവാണ്ടിരിക്കില്ല. അപ്പോൾ പ്രതിനിമിഷ നവീനായ പറഞ്ഞാൽ ഓരോരോ നിമിഷവും ഭഗവാൻ പുതുപുത്തൻ രൂപങ്ങളും പുതുപുത്തൻ ഭാവങ്ങളും ആവഹിക്കുകയായിരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇങ്ങനെ ആരെക്കൊണ്ടാ സാധിക്കുകയല്ലേ? ഒരാളെ കൊണ്ടും കഴിയില്ല. അതാണ് കൃഷ്ണലീലകൾ എത്ര കേട്ടാലും മതിവരില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. പൂതന അതുവരെ അമ്പാടിയുടെ ഉള്ളിലായിരുന്നു. അവൾ നേരെ പുറത്തേക്ക് ഓടി. ഭഗവാനെയും കൊണ്ട് ഓടുകയാണല്ലേ. ഭഗവാനെയും കൊണ്ട് ഓടിയിട്ട് പുറത്ത് വന്നിട്ട് അവൾ ഒന്നായിട്ട് തന്നെ ശരിക്കുള്ള രാക്ഷസിയുടെ സ്വരൂപമെടുത്ത് നന്നായിട്ട് മലർന്നടിച്ച് വീണു. ഭൂമിയാകെ പ്രകമ്പനം കൊണ്ടു പൂതന വീണപ്പോൾ. കുറേ ശ്ലോകങ്ങളുണ്ട് ഭാഗവതത്തിന്. ഞാൻ പിന്നെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അധികമൊന്നും പറയുന്നില്ല എന്ന് മാത്രം. നിരവധി ശ്ലോകങ്ങളിലാണ് പൂതന വീണതും പൂതനയുടെ വരവും എല്ലാം ഭാഗവതത്തിൽ വേദവ്യാസ മഹർഷി വർണ്ണിക്കുന്നത്. എന്നിട്ട് പൂതന വീണപ്പോൾ ആൾക്കാരൊക്കെ ഓടി നടക്കാൻ തുടങ്ങി. യശോദ ഉണ്ണിയെ അന്വേഷിക്കാൻ തുടങ്ങി. കൃഷ്ണൻ ഉണ്ടായിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. എവിടെയാണ് കൃഷ്ണൻ പോയതെന്ന് അറിയില്ലല്ലോ അല്ലേ. യശോദ കൃഷ്ണനെ കാണാതെ ഓടി നടക്കുന്നു. ഗോപികമാരൊക്കെ തിരഞ്ഞു നടക്കുന്നു. എല്ലാവരും ആരെ അന്വേഷിക്കുന്നത്? കൃഷ്ണനെ അന്വേഷിക്കുകയാണ്. യശോദയ്ക്കാണെങ്കിൽ ആറ്റുനോറ്റുണ്ടായ ഒരു ഉണ്ണിയാണ് കൃഷ്ണനല്ലേ. എവിടേക്കാണ് ഉണ്ണി പോയതെന്ന് അറിയില്ല. അവസാനം ഗോപികമാരാണ് ആ പൂതനയുടെ എത്രയോ വലിയ പർവ്വതം പോലെയുള്ള ശരീരത്തിന് മുകളിൽ കയറി അവർ കോണിയൊക്കെ വെച്ച് കയറി എന്ന് പറയുന്നുണ്ട്. അത്രയും വലിയ ശരീരമായിരുന്നു അവർക്ക് പൂതനയ്ക്ക്. അപ്പോൾ ഗോപികമാരാണ് ആ പൂതനയുടെ ശരീരത്തിൽ ഇരുന്ന് കളിക്കുന്ന ആ കൃഷ്ണനെ എടുത്തുകൊണ്ടുവന്നു യശോദയ്ക്ക് കൊടുത്തു. അപ്പോൾ യശോദയ്ക്ക് സമാധാനമായി. അപ്പോൾ യശോദയോട് രോഹിണി പറഞ്ഞു, പാല് കൊടുക്കാൻ പറഞ്ഞു. പാല് കൊടുക്കുന്നുണ്ടോ, കുടിക്കുന്നുണ്ടോ നോക്കാമല്ലോ. ഭഗവാൻ എന്ത് ചെയ്തോ? യശോദയുടെ മടിയിലിരുന്നപ്പോൾ സുഖമായിട്ട് പാല് കുടിച്ചു. അപ്പോൾ രോഹിണി പറഞ്ഞു, എന്നാ പിന്നെ പേടിക്കാനൊന്നുമില്ല. കുട്ടി പാല് കുടിക്കുന്നുണ്ടെങ്കിൽ കുട്ടി പേടിച്ചിട്ടില്ല എന്ന അർത്ഥം. എന്നാലും എന്തെങ്കിലും ഈ കൃഷ്ണന് പറ്റിയിട്ടുണ്ടാവുമോ എന്ന് ഈ ഗോപികമാർക്കൊരു സംശയം. നമ്മുടെ നാട്ടിൽ ഈ ചെറിയ ചെറിയ ഒഴിഞ്ഞ് ഓരോരോ പരിപാടിയൊക്കെ ചെയ്യാൻ അമ്മമാരൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും വയ്യാതെ ആയാൽ തിരിയൊഴിയുക, അല്ലെങ്കിൽ കടുകും മുളകൊക്കെ എടുത്തിട്ട് ചിലത് അടുപ്പിലിടുക, അങ്ങനെ ഓരോ പരിപാടി ചെയ്യാറുണ്ട്. ഇതേപോലെ ഗോപികമാരും എന്ത് ചെയ്തു? ചില അംഗന്യാസങ്ങളും കരന്യാസങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതിൽ ചില ഗോപികമാർ ഈ പശുക്കുട്ടി നടന്നുപോയ ഭാഗത്ത് പൊടിയുണ്ടാവും, മണ്ണിൻ്റെ പൊടി. ഈ പശുക്കുട്ടി നടന്നുപോയ ഭാഗത്തുള്ള മണ്ണിൻ്റെ പൊടി കൊണ്ടുവന്നിട്ട് ആ പൊടി കുറേശ്ശെ എടുത്തിട്ട് ഭഗവാനെ മലർത്തി കടത്തി ഭഗവാന്റെ അംഗോപാംഗങ്ങളിൽ ഓരോരോ ഭാഗത്തും ഓം കേശവായ നമ, ഓം ഹൃഷികേശായ നമ, ഓം മാധവായ നമ, ഓം മധുസൂദനായ നമ, ഈ തന്ത്രിമാരൊക്കെ ന്യസിക്കുന്നത് കണ്ടില്ലേ? ഓം കം നമ, ഘം നമ, ഗം നമ, ഘം നമ, ngം നമ, ചം നമ, ഛം നമ, ജം നമ എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ ന്യസിക്കും പൂജ കഴിക്കുമ്പോൾ.
ഇതേപോലെ ഗോപികമാർ ഓരോരോ മന്ത്രം ചൊല്ലി ഈ മണ്ണെടുത്തിട്ട് എന്ത് ചെയ്യും, ഭഗവാന്റെ ഓരോരോ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഓരോരോ മന്ത്രം ചോദിച്ച് നസിക്കുകയാണ്. ഭഗവാൻ അവരോട് പറയണമെന്നുണ്ട്, ഗോപികമാരെ, ഈ പൂതന വന്നിട്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട. പക്ഷെ പറയാറായിട്ടില്ല, മിണ്ടാറായിട്ടില്ല. അത് കഴിഞ്ഞ് രണ്ടാമതൊരു ഗോപിക വന്നു. ആ ഗോപിക എന്താ ചെയ്തത്? ചാണകപ്പൊടി കൊണ്ടുവന്നു. ഗോരജസ പറഞ്ഞാൽ ചാണകപ്പൊടി എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. വ്യാഖ്യാതാക്കൾ ഇതിനൊക്കെ പല പല അർത്ഥങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചാണകപ്പൊടി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? അതും ഇതേപോലെ കുറേശ്ശെ എടുത്തു. ഏറ്റവും നല്ല സാധനമാണ് ഈ ചാണകത്തിൻ്റെ പൊടി. അതെടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഓം മാധവായ നമ, ഓം കേശവായ നമ, ഓം മധുസൂദനായ നമ ഈ ചാണകപ്പൊടി ഭഗവാന്റെ മേലിങ്ങനെ നസിക്കണത് പോലെ ചെയ്തു. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊക്കെ കുട്ടികൾക്ക് വല്ല അസുഖങ്ങളോ പ്രയാസങ്ങളോ വന്നാൽ ഈ ഭാഗവതത്തിലുള്ള ഈ ഗോപികമാർ ചൊല്ലിയ ഈ ന്യാസമന്ത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. കുട്ടികൾക്ക് എന്തെങ്കിലും ആപത്തൊക്കെ വന്നിരുന്നെങ്കിൽ അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഗോമൂത്രേണ സ്ഥാപയിത്വ എന്ന് പറയുന്നത്, ഗോമൂത്രം കൊണ്ട് ആരെ കുളിപ്പിച്ചു? ഈ ഗുരുവായൂരപ്പനെ കുളിപ്പിച്ചു. അപ്പോൾ ഭഗവാൻ പറയണമെന്നുണ്ട്, എന്നെ നിങ്ങളിങ്ങനെ കുളിപ്പിക്കൊന്നും വേണ്ട, എനിക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, പൂതന ബാധിച്ചിട്ടില്ല, രേവതി ബാധിച്ചിട്ടില്ല, കോട്ടന ബാധിച്ചിട്ടില്ല, എനിക്ക് യാതൊരു ബാധയില്ല എന്നൊക്കെ പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ പറയാനൊന്നും ആയിട്ടില്ല ഭഗവാൻ. ഏതായാലും അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഈ സമയത്ത് നന്ദഗോപർ എവിടെ ഇല്ലായിരുന്നു? അമ്പാടിയിൽ ഇല്ലായിരുന്നു. നന്ദഗോപുരം പോയതാ? നന്ദഗോപർ നികുതി അടയ്ക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പം നന്ദഗോപർക്ക് നികുതി അടയ്ക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധയുണ്ട് എന്നാണല്ലോ അത് കാണിക്കുന്നത്, അല്ലേ? ആണ്, അതങ്ങനെയാണ് കാണിക്കുന്നത്. ഏതായാലും നികുതിയൊക്കെ അടച്ചു. അത് കഴിഞ്ഞ് വസുദേവരെ ചെന്ന് കണ്ടു. വസുദേവർ പറഞ്ഞു, അമ്പാടിയിൽ എന്തൊക്കെയോ ചില പ്രയാസങ്ങൾ എനിക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്, ചില ദുർനിമിത്തങ്ങളൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് അധികം നേരം ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് അങ്ങ് അമ്പാടിയിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ നന്ദഗോപുര് നടത്തത്തിന് വേഗത കൂട്ടി. കാരണം അവിടെ ഒരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ണിക്ക് എന്തോ പറ്റിയോന്ന് അറിയില്ലല്ലോ. വേഗം നടന്ന് നന്ദഗോപുരം എവിടെ എത്തി? അമ്പാടിയിൽ വന്നപ്പോൾ ആ വഴിയിലുള്ള വൃക്ഷങ്ങളോ കണ്ട് വീണ് കിടക്കുന്നു. എന്തോ പറ്റിയപ്പോൾ തന്നെ മനസ്സിലായി. പൂതന വീണതുകൊണ്ടാണ് ഈ വൃക്ഷങ്ങളൊക്കെ താഴെ വീണത്. ഗോപന്മാരോട് ചോദിച്ചു എന്താ ഉണ്ടായിരുന്നത്. ഗോപന്മാർ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. യശോദയുടെ അടുത്തേക്ക് വന്നു. യശോദ പറഞ്ഞു, എന്തോ ഭഗവതിയുടെ കരുണ കൊണ്ടാണ് നമ്മുടെ ഉണ്ണിക്കവനും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ നന്ദഗോപനാണ് ഗോപന്മാരെയൊക്കെ വിളിച്ച് ഈ പൂതനയുടെ മൃതശരീരം കുഠാരൈഹി ശിക്ഷിതുഹു എന്നൊക്കെയാണ് ഭാഗവതം. കുഠാരം എന്നൊക്കെ പറഞ്ഞാൽ വലിയ മഴു എന്നൊക്കെയാണ് അർത്ഥം, അല്ലേ? വലിയ വെട്ടുന്ന ആയുധങ്ങളൊക്കെ കൊണ്ടുവന്ന് പൂതനയുടെ ശരീരം മുഴുവൻ വെട്ടിമുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വണ്ടികളിലാക്കി കുറേ ദൂരെ കൊണ്ടുപോയിട്ടാണ് ദഹിപ്പിച്ചത്. പക്ഷേ പൂതനയുടെ ശരീരം ദഹിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നത് നല്ല സുഗന്ധമായിരുന്നു എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. എന്താ കാരണം? നേരത്തെ ഞാനൊരു ശ്ലോകം ചൊല്ലിയല്ലോ, അല്ലേ? പൂതന ലോകമാലഗ്നി രാക്ഷസി രുധിരാശന ജിഘാംസയാവിഹരയെ സ്തനം ദത്വാപ സൽഗതിം. ഭഗവാൻ മേൽപ്പത്തൂർ നാരായണീയത്തിൽ പറയേണ്ടതും പൂതനാം ആദനുധ സുഗന്ധിം. ഭഗവാൻ വാസ്തവത്തിൽ പൂതനയെ കൊല്ലല്ല ചെയ്തത്, പൂതനയ്ക്ക് മോക്ഷം കൊടുക്കുകയാണ് ചെയ്തത്. ആ ഭഗവാനാകുന്ന സച്ചിദാനന്ദ കട്ടയുടെ അടുത്ത് അല്പനേരം ഇരുന്നത് കൊണ്ടാണ് ആ പൂതനയ്ക്ക് പോലും മോക്ഷം കിട്ടിയത്. അതുകൊണ്ടാണ് പൂതനയുടെ ശരീരം കത്തിച്ച ആ പുകയ്ക്ക് പോലും സുഗന്ധമുണ്ടായത് എന്നർത്ഥം. എന്നിട്ട് ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പൂതനയ്ക്ക് പോലും ഭഗവാൻ മോക്ഷം കൊടുത്തുവെങ്കിൽ നല്ല സ്നേഹത്തോടെ ഭക്തിയോടെ ഭഗവാന് വല്ല പൂക്കളോ കൽക്കണ്ടമോ മുന്തിരിയോ ഒക്കെ സമർപ്പിക്കുന്നവർക്ക് എന്തായിരിക്കും ഭഗവാൻ ഫലം നൽകുക എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ആരാണോ ഈ പൂതനാമോക്ഷം കേൾക്കുന്നത് അവർക്ക് ഗോവിന്ദേ ലഭതേ രതിം, ഗോവിന്ദമൂർത്തിയായ ഭഗവാനിൽ രതിയുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ആ അധ്യായം ഇവിടെ പൂർണ്ണമാക്കുന്നത്. അങ്ങനെ ഏകദേശം ഞാൻ പൂതനാമോക്ഷമൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കല്പിക്കുക. ഞാൻ അങ്ങനെ വാച്ചിലേക്ക് നോക്കുന്നുണ്ട്. നേരെ 5:30 മണിയാവാറേ. ഇനി എനിക്ക് അവശേഷിച്ചത് 30 മിനിറ്റ് സമയമാണ്. അപ്പോൾ ബാക്കിയുള്ള 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ഭഗവാന്റെ ബാലലീല എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ഇങ്ങനെ നോക്കാം, അല്ലേ? ഈ ബാലലീല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ സാധാരണ കുട്ടികളുടെ കളികൾ തന്നെ കാണാൻ നല്ല രസമാണ്, അല്ലേ? ഇവിടെ യശോദയുടെ ഉണ്ണിയായ ഈ കൃഷ്ണൻ്റെ കളികൾ കാണാനും നല്ല രസമാണ്. ഭഗവാന് പേരിട്ടത് ഗർഗാചാര്യരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അഷ്ടമ അധ്യായം ആരംഭിക്കുന്നത്. ഗർഗാചാര്യർ വന്നു, വസുദേവ പ്രചോദിത എന്ന് പറയുന്നുണ്ട്. വസുദേവരാണ് ഈ ഗർഗാചാര്യരെ എങ്ങോട്ട് പറഞ്ഞയച്ചത്? ഈ ഉണ്ണികൾക്ക് പേരിടാൻ വേണ്ടി അമ്പാടിയിലേക്ക് പറഞ്ഞയച്ചത്. ഇനി ഗർഗാചാര്യരാണെങ്കിൽ ഹോരാശാസ്ത്രം എന്നൊരു ശാസ്ത്രമുണ്ട്. അഹോരാത്രം എന്ന് പറയുന്ന 2 പദങ്ങൾ. ആ പദങ്ങളിലെ ആദ്യത്തെയും അവസാനത്തെയും 2 അക്ഷരങ്ങൾ മാച്ചാൽ ഹോര എന്ന് കിട്ടും. ഹോരാശാസ്ത്രം. ആ ഹോരാശാസ്ത്രത്തിൻ്റെ പാരംഗതനാണ് ആര്? ഗർഗാചാര്യർ. അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ട് സംസ്കൃത ഭാഷയിൽ ഗർഗ സംഹിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹോരാശാസ്ത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിനൊരു സംശയം ബാക്കിയില്ല.
അപ്പോൾ അദ്ദേഹം വന്ന സമയത്ത് എന്തോ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇവിടെ 2 കുട്ടികളുണ്ട്, അവർക്ക് പേരിടണമെന്നൊക്കെ പറഞ്ഞു, അങ്ങനെ ആവാമെന്ന് പറഞ്ഞു, ജാതക ഫലമൊക്കെ പറയണമെന്ന് പറഞ്ഞു, ഗർഗാചാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നാരായണ സമോ ഗുണൈഹി, ഗുണങ്ങളെ കൊണ്ട് ഈ കുട്ടി നാരായണന് തുല്യനാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരാണോ ഈ ഉണ്ണിയെ സ്നേഹിക്കുന്നത് അവർക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ടാവും, ഈ ഉണ്ണി എന്താണോ പറയുന്നത് അതൊക്കെ കേട്ടാൽ മതി, അനുസരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫലങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പേരിട്ടത് എന്താ? ആദ്യം പറഞ്ഞു ഈ ഉണ്ണിക്ക് ഒരുപാട് പേരുകളുണ്ട്, സഹസ്രനാംനോ ഹ്യനന്തനാംനോവ, 1000 10,000 ലക്ഷമല്ല കോടിയല്ല, എത്രയോ പേരുകൾ ഈ ഉണ്ണിക്ക് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു പേരായിട്ട് പറയുന്നത് കൃഷ്ണ എന്നുള്ള പേരാണ് അല്ലേ. കൃഷ്ണ എന്ന് പറയുന്ന ധാതുവിനോടുകൂടി നകാരം ചേർത്തത് കൊണ്ടാണ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു ശബ്ദം ഉണ്ടായത്. അങ്ങനെ കൃഷ്ണ എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്. ആകർഷിക്കുന്നു എന്നൊക്കെ അർത്ഥമുണ്ട്. അങ്ങനെ ഉണ്ണിക്ക് കൃഷ്ണൻ എന്ന് പൊതുവായൊരു പേരിട്ടു, മറ്റേ ഉണ്ണിക്ക് രാമൻ എന്ന് പേരിട്ടു. ഗർഗാചാര്യ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഗർഗാചാര്യാണ് ഉണ്ണികളുടെ പേരിടലും മറ്റുള്ള ജാതക ഫല കഥനമൊക്കെ നടത്തിയത് ഗർഗാചാര്യനാണെന്നാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. പിന്നെ വർണ്ണിക്കുന്നതൊക്കെ ഭഗവാന്റെ വളർച്ചയാണ്, എങ്ങനെയാണ് ഭഗവാൻ വളർന്നു വലുതായതെന്ന് ഇങ്ങനെ വർണ്ണിക്കുന്നു. അപ്പം അതിൽ ആദ്യം കുറേ ദിവസം ഭഗവാൻ എന്ത് ചെയ്തു, ബലരാമൻ്റെ കൂടെ 2 പേരും ഇങ്ങനെ മലന്ന് കടന്നു. ഒരു ദിവസം കൃഷ്ണൻ രാമനോട് പറഞ്ഞു, രാമജ്യേഷ്ഠ, നമ്മൾ ഈശ്വരന്മാരാണ്, പക്ഷേ ഭൂമിയിൽ മനുഷ്യരായിട്ട് വന്നവരാണ്, അതുകൊണ്ട് മറന്നു കിടന്നാൽ പോരാ, എന്ത് ചെയ്യണം, ഒന്ന് കമന്ന് വീഴണം. അപ്പം ബലരാമൻ ചോദിച്ചു, അതെങ്ങനെയാണ് കമന്ന് വീഴുക, നോക്കിക്കോളൂ, എന്നെ കണ്ടു പഠിച്ചോളാൻ പറഞ്ഞു. കൃഷ്ണൻ ആദ്യം കമന്ന് വീണു. അപ്പം ബലരാമനും അതേപോലെ കമന്ന് വീണു. ഗോപികമാരാരോ ഇത് കണ്ടു. അവർ ഉടനെ വിളിച്ചു, യശോദയെ ഓടിവാ എന്ന് യശോദയെ വിളിച്ചോണ്ട്, കാരണം അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണ്ടേ. യശോദ ചോദിച്ചു, എന്താ അപകടം പറ്റിയതാണോ? അപകടമൊന്നുമല്ല, ഉണ്ണികൾ 2 പേരും കമന്ന് വീണു. അപ്പോൾ അന്ന് കമന്ന് വീണതിൻ്റെ ഒരു ഉത്സവമായിട്ട് അമ്പാടിയിൽ എല്ലാ ദിവസവും ഉത്സവം, നിത്യോത്സവം എന്നാണ്, എന്നും ഉത്സവമാണ്. ഭഗവാൻ കമന്ന് വീണപ്പോൾ അന്നൊരു ഉത്സവമാക്കി മാറ്റി. പിന്നെ കൃഷ്ണൻ രാമനോട് പറഞ്ഞു, അങ്ങനെ കമന്ന് വീണാൽ മാത്രം പോരാ, 2ഉം പഠിക്കണ്ടേ, കമന്ന് കിടക്കാനും പഠിക്കണം, മറന്ന് കിടക്കാനും പഠിക്കണം. 2 ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് അവർ കമന്ന് വീഴാനും മറന്ന് കിടക്കാനും പഠിച്ചു. പിന്നെ ഒരു ദിവസം രാമനോട് പറഞ്ഞു, നമുക്കിനി നീന്താന്ന് പറഞ്ഞു. അപ്പോൾ രാമൻ ചോദിച്ചു, നീന്താൻ വെള്ളമൊന്നുമില്ലല്ലോ ഇവിടെ, അകത്തോടെ വെള്ളമൊന്നുമില്ല, വെള്ളം വേണ്ട, നീന്താൻ വെള്ളമില്ലാതെ നീന്താൻ പറഞ്ഞു. അകത്തുകൂടെ ഭഗവാൻ എല്ലാം ഇങ്ങനെ നീന്തി കാണിച്ചു കൊടുത്തപ്പോൾ ബലരാമന് ഇഷ്ടമായി. എല്ലാം ആദ്യം ചെയ്യുന്നവരാരാ? അത് ഭാഗവതം വായിച്ചാൽ തന്നെ ആദ്യം ചെയ്യുന്നത് കൃഷ്ണനാണ്. ശരിക്കും പ്രായം കൂടുതൽ ആൾക്കാർ ബലരാമനാണല്ലേ. ബലരാമനാണ് ആദ്യം ചെയ്യേണ്ടത്, പക്ഷേ എല്ലാം ആദ്യം ചെയ്യേണ്ടത് കൃഷ്ണനാണ്. കൃഷ്ണൻ നീന്തി കാണിച്ചു കൊടുത്തു, ബലരാമൻ പിന്നാലെ നീന്തി. അപ്പോൾ യശോദയെ ഓടിവാ, ഇത് കാണണ്ടേ. യശോദ അടുക്കള പണീൻ്റെ ഇടയിലാണ് ഓടി വന്നിട്ട് കുട്ടികൾ ഇങ്ങനെ നീന്തണത് കണ്ടു. അമ്മയ്ക്ക് എന്തൊരു സന്തോഷമല്ലേ. കുട്ടികൾ മെല്ലെ ഓരോരോ കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് അറിയുമ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. അതിനമ്മയ്ക്ക് മാത്രമേ ആ സന്തോഷം, കുട്ടികൾ വളരുന്നതിൻ്റെ സന്തോഷം ആർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ? നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മളിത് എത്ര പ്രസംഗിച്ചാലും നമുക്ക് മനസ്സിലാവില്ല. അതാ യശോദയാകുന്ന അമ്മയ്ക്ക് മാത്രമേ അതിൻ്റെ സന്തോഷം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ദിവസം ഇപ്പം എന്താണെന്നറിയോ, ഇപ്പം രാമൻ പറഞ്ഞു, ഇപ്പം നല്ല സുഖമാണ്. എന്താ, ദൂരത്തുള്ള സാധനങ്ങളൊക്കെ ആരുടെ സഹായത്തിലാണ്, നമുക്ക് തന്നെ പോയി എടുക്കാം, വെണ്ണയെടുക്കാം, പാലെടുക്കാം, എന്ത് പളിപ്പാട്ടങ്ങളോ പമ്പരോ പന്തോ എന്ത് വേണേൽ ദൂരെ പോയി നീന്തി എടുത്തൂടെ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇതിനേക്കാൾ എളുപ്പത്തിൽ വേറൊരു വഴിയുണ്ട്. അതെന്താ, 4 കാല് നടക്കാമെന്ന് പറഞ്ഞു രാമനോട്. അപ്പോൾ രാമൻ പറഞ്ഞു, അതിന് 4 കാലില്ലല്ലോ കൃഷ്ണ, ആകെ 2 കാലല്ലേ ഉള്ളൂ. അല്ല, എന്നെ കണ്ടു പഠിച്ചോളാൻ പറഞ്ഞു. ഭഗവാൻ മെല്ലെ അങ്ങനെ മുട്ടുകുത്തി നിന്നപ്പോൾ ബലരാമൻ എണ്ണി നോക്കിയപ്പോൾ എത്ര കാലുണ്ട്? ഇപ്പോൾ 4 കാലായില്ലേ. അപ്പോൾ ബലരാമൻ മെല്ലെ മുട്ടുകുത്തി നിന്ന് കുറേശ്ശെ മുട്ടുകുത്തി നടക്കാൻ പഠിച്ചു. മുട്ടുകുത്തി നടക്കാറായപ്പോഴെന്തായി, ദൂരെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പത്തിൽ കൈക്കലാക്കാം. മാത്രമല്ല, ഈ മുറിയിലൊക്കെ നടുക്ക് ഉമ്മറപ്പടി ഉണ്ടാവും അല്ലേ. ഉമ്മറപ്പടിയുടെ മുകളിൽ കയറി അടുത്ത മുറിയിലേക്ക് പോകാനും ഇപ്പോൾ സൗകര്യമായി. ഇപ്പോൾ സൗകര്യങ്ങൾ കൂടി വരികയാണ്, പഠിക്കുന്നതോറും അങ്ങനെയാണല്ലോ അല്ലേ. അതായത് ഭഗവാൻ ഇവരെ പഠിപ്പിച്ചത് എന്താ, അറിവാണ് എല്ലാ ദുഃഖങ്ങളും തീർക്കാനുള്ള മാർഗം അല്ലേ. എല്ലാ വേദങ്ങളുടെയും എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരമാണത്. ദുഃഖങ്ങളുടെ കാരണം അറിവില്ലായ്മയാണ്. ഓരോ പുതിയ അറിവ് നേടുന്തോറും നമ്മുടെ ദുഃഖങ്ങൾ കുറഞ്ഞു വരും. അതല്ലേ ഭഗവാൻ പഠിപ്പിക്കണത്. ഇപ്പോൾ ബാലലീലയിൽ കൂടെ വലിയ വേദാന്ത തത്വങ്ങളാണ് ആര് പഠിപ്പിക്കണത്? ഭഗവാൻ പഠിപ്പിക്കണത്. ഇപ്പോൾ മുട്ടുകുത്താൻ പഠിച്ചപ്പോൾ ഞാൻ പുതിയൊരു മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു മുറിയിൽ നിന്ന് മറ്റേ മുറിയിലേക്ക് പോവാം. ആരെങ്കിലും കണ്ടാൽ മെല്ലെ മുട്ടുകുത്തി അടുത്തേക്ക് ചെല്ലാം. ഇപ്പോൾ കുറേയും കൂടി പഠിച്ചില്ലേ. പിന്നെ അപ്പോഴേക്കും എന്തായെന്ന് വെച്ചാൽ മുട്ടുകുത്തി നടക്കാൻ തുടങ്ങിയപ്പോൾ എന്തായി കഥ,
യശോദയ്ക്ക് ഗൃഹ്യാണി കർത്തുമവിയത്ര നതജ്ജനന്യൗഷേകാത ആപതുരലം മനസ്സോനവസ്ഥാം. ഈ മനസ്സിന് അനവസ്ഥ എന്ന് പറയുന്ന ഒരു ഭാവമുണ്ടായി എന്നാണ് ശ്രീശുബ്രഹ്മർഷി. അപ്പം അനവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? ശ്രീശുബ്രഹ്മർഷി പറയുന്നു, ഹേ പരീക്ഷിത്തെ, മനസ്സഹ അനവസ്ഥ, മനസ്സിന് അനവസ്ഥ എന്ന് പറയുന്ന ഒരു ഭാവമുണ്ടായി. ആർക്ക്? യശോദയ്ക്ക്. യശോദ ഒരു ദിവസം നന്ദഗോപരോട് പറഞ്ഞു, അതേ ഒരു കാര്യമുണ്ട്, കുട്ടികൾക്കിപ്പോൾ വികൃതി കൂടി വരികയാണ്, അതുകൊണ്ട് ഈ കുട്ടികളെ നോക്കാൻ ഇവിടെ ആരെങ്കിലും ഏൽപ്പിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അടുക്കളയിൽ സമയത്തിന് വന്നാൽ ഊണൊന്നും കിട്ടില്ല. അപ്പോൾ നന്ദഗോപർ എന്ത് ചെയ്തു? അവിടെ ഈ വിവരങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു വലിയൊരു മരമുണ്ട് പുറത്ത്, അമ്പാടിയുടെ പുറത്ത് വലിയൊരു ആൽമരമുണ്ട്. അപ്പോൾ എന്തെങ്കിലും വിവരങ്ങളൊക്കെ നാട്ടുകാരെ അറിയിക്കണം. അവിടെ ചെന്നിട്ട് കുറേ ആൾക്കാരുണ്ട്, അവരവിടെ നിന്ന് ഇങ്ങനെ ഈ പെരുമ്പറ കൊട്ടും. പെരുമ്പറ കൊട്ടുമ്പം നാട്ടിലെ ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ കേൾക്കും എന്താ പറയണത്. അപ്പോൾ അവരോട് കാര്യം പറയും, അങ്ങനെയാണ് മനസ്സിലാവുക. അപ്പോൾ അങ്ങനെ ആൽമരത്തിൻ്റെ ചോട്ടിൽ പോയിട്ട് പെരുമ്പറ കൊട്ടിയിട്ട് ഗോപന്മാർ ചിലർ പറഞ്ഞു, ഇവിടെ നന്ദഗോപരുടെ യശോദയുടെ ഒരു ഉണ്ണിയുണ്ട്, 2 ഉണ്ണികളുണ്ട്, അവരെ നോക്കാൻ കഴിയുന്നവർ ഗോപസ്ത്രീകൾ നാളെ രാവിലെ കൃത്യം 7 മണിക്ക് അമ്പാടിയിൽ എത്തിച്ചേരേണ്ടതാണ്. ഇന്നത്തെ മതി ഇൻ്റർവ്യൂ ഒന്നും ഇല്ലല്ലോ അല്ലേ അന്നല്ലേ, ഇതിങ്ങനെ പെരുമ്പറ കൊട്ടുക ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് കേൾക്കും. പിറ്റേന്ന് രാവിലെ നന്ദഗോപർ വന്ന് നോക്കിയപ്പോൾ അവിടെ ഉണ്ട് 32 സ്ത്രീകളുണ്ട് വന്നിട്ട്. എത്ര പേര് വന്നിട്ടുണ്ട്? 32 സ്ത്രീകൾ. അപ്പോൾ നിങ്ങളൊക്കെ എന്തിനാണ് വന്നതല്ല, എന്തായാലും പെരുമ്പറ അടിച്ച് ഇവിടെ കുട്ടികൾ നോക്കാൻ ആൾ വേണമെന്നൊക്കെ പറഞ്ഞു, അങ്ങനെ വന്നതാ. 32 പേരോ? ഇവിടെ ആകെ 2 കുട്ടികളേ ഉള്ളൂ, 2 കുട്ടികൾ നോക്കിയാൽ പോരെ? യശോദയോട് ചോദിച്ചു നന്ദഗോപർ, 32 സ്ത്രീകൾ വന്നിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ യശോദ പറഞ്ഞു, 32 സ്ത്രീകൾക്കും ആ ജോലി കൊടുത്തോളൂ. ഏത് ജോലി? അല്ല, കുട്ടികളെ നോക്കുന്ന ജോലി. അപ്പോൾ നിനക്കെന്താ ജോലി? എനിക്ക് അടുക്കളയിൽ വേറെ പല പണികളുമില്ലേ? കുട്ടികളെ നോക്കുന്ന ജോലി ആ 32 പേരെ ഏൽപ്പിച്ചാൽ ഞാൻ സമയത്തിന് ആഹാരവും പൂജാ സാധനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം. യശോദയ്ക്ക് നന്ദഗോപർക്ക് എന്നും പൂജയുണ്ട്, കാളി പൂജ ചെയ്യുക. അപ്പോൾ കാളി പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആരും ഒരുക്കി കൊടുക്കണം? യശോദ ഒരുക്കി കൊടുക്കണ്ടേ? അതൊക്കെ ചെയ്യണമെങ്കിൽ 32 പേര് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ആരും ഒഴിവാക്കുന്നതും വേണ്ട, അവർക്ക് വിഷമമായാലോ? ഏതെങ്കിലും ഒരു ഗോപികയെ ഒഴിവാക്കിയാൽ ആ ഗോപികയ്ക്ക് വിഷമാവില്ലേ? അതുകൊണ്ട് ഭഗവാന്റെ സങ്കല്പമായിരുന്നു അത്. അങ്ങനെ 32 സ്ത്രീകളെയും എന്തിനു നിയമിച്ചു? ഈ കുട്ടികളെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? ഇവർ ഈ 32 സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾ നാളെ മുതൽ ജോലിയിൽ പ്രവേശിക്കുക. എന്നാൽ ഇന്നെന്നെ പ്രവേശിച്ചോളൂ, അത് നാളെ ആക്കണത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ട്, കുട്ടികളെ ഇട്ട് വരാൻ വയ്യ, കുട്ടികളെ കൊണ്ടുവന്നാലും പറഞ്ഞു യശോദ. ഈ 32 ഗോപികമാർക്കും അവരുടെ വീട്ടിൽ കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ ഉടനെ തന്നെ അവരെല്ലാവരും അവരുടെ വീട്ടിലേക്കും അവരുടെ കുട്ടികളെയും കൊണ്ടുകൊണ്ട് വന്നു. ഭഗവാൻ അങ്ങനെ നോക്കി, രാമജ്യേഷ്ഠനെ നോക്കിയിട്ട്, രാമജ്യേഷ്ഠ, നമ്മളെപ്പോലെ കുറേ പേരുണ്ടല്ലേ ലോകത്തിൽ. ഇപ്പോഴാണ് മനസ്സിലായത്. ആദ്യം വിചാരിച്ചത് എന്താ, ഞാനും രാമേട്ടനും മാത്രമാണ് ഈ ലോകത്തിൽ തന്നെ വിചാരിച്ചത്. ഇപ്പോഴല്ലേ മനസ്സിലായത് നമ്മളെപ്പോലെ ഒരുപാട് പേര് ലോകത്തിലുണ്ട്, ഒരുപാട് കൊച്ചു കൊച്ചു കൂട്ടുകാരെ കിട്ടി. അതാണ് ഏതോ ഒരു കവി അത് വരിയാക്കി എഴുതിയിട്ടില്ലേ മലയാളത്തിലെ, എന്താ, ഒപ്പത്തിലുള്ള കുട്ടികളൊരു 32 പേരുണ്ട് എന്ന് ഏതോ ഒരു കവി മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ 32 സ്ത്രീകൾ, ഗോപസ്ത്രീകൾ ഭഗവാനെ നോക്കാൻ വന്നിട്ട് അവരുടെ മുഴുവൻ കണ്ണ് വെട്ടിച്ച് ഭഗവാൻ എല്ലാ ലീലകളും ആടി. ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് പരിപാടി എന്ന് വേണേൽ കേട്ടോളൂ. രാവിലെ എണീറ്റാൽ ഭഗവാൻ നേരെ അവിടെ വന്നിരിക്കും. ഇന്നെന്താ ലീല വേണ്ടത്? ഒരു ദിവസം വന്ന് നോക്കിയപ്പോൾ എന്താ കണ്ടത്? ഒരു പശുക്കുട്ടിൻ്റെ അകത്തേക്ക് കയറി വന്നിരിക്കണം. ഒരു പശുക്കുട്ടിയൊന്നും അല്ല കേട്ടോ, എത്രയോ കാലമായിട്ട് ഭഗവാനെ ദണ്ഡകാരണ്യത്തിൽ തപസ് ചെയ്ത വലിയൊരു താപസത്വനാണ്. പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്നതാ. അകത്ത് കയറി ഭഗവാനെ കണ്ട് ഭഗവാനെ കാര്യമൊക്കെ മനസ്സിലായി. ആ പശുക്കുട്ടി അകത്ത് വന്ന് കടന്നു. പശുക്കുട്ടി നിലത്ത് കടന്നു. ഭഗവാൻ മുട്ടുകുത്തി ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ താപസനാകുന്ന പശുക്കുട്ടിയുടെ വാല് പിടിച്ചപ്പോൾ അദ്ദേഹം പഠിപ്പിക്കുകയാണ്, അല്ലേ, ഉണ്ണിയെ നടക്കാൻ പഠിപ്പിക്കണ്ടേ? അത് ദണ്ഡകാരണ്യത്ത് കണ്ടപ്പോൾ ചോദിച്ചതാണ്, എനിക്ക് എന്തെങ്കിലും ഒരു അവസരം തരുമോ, വന്ന് പശുക്കുട്ടിയെ വന്നോളാൻ പറഞ്ഞതാണ്. അങ്ങനെ വന്നതാ. അങ്ങനെ പശുക്കുട്ടിയായിട്ട് വന്ന് ഭഗവാൻ ആ വാലിൻ്റെ മുകളിൽ പിടിച്ച് എഴുന്നേറ്റ് നിന്നപ്പോൾ ഗോപികമാർ യശോദയെ വിളിച്ചു. എല്ലാവരും ഓടി വന്നു. 32 സ്ത്രീകളുമില്ലേ, എല്ലാവരും കണ്ടു എന്ത്? ഭഗവാൻ ആ പശുക്കുട്ടിയുടെ വാല് പിടിച്ച് മുട്ടുകുത്തി നിൽക്കുന്ന ഭഗവാൻ ഇപ്പോൾ 2 കാലിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ബലരാമൻ നോക്കി, ഈശ്വര, ഒരു പശുക്കുട്ടി എനിക്കും കിട്ടിയതുപോലെ കയറായിരുന്നല്ലോ. അതായിരുന്നു രണ്ടാമത്തെ പശുക്കുട്ടി അകത്ത് കയറി നിലത്ത് കടന്നു. ബലരാമൻ പോയി വാല് പിടിച്ചു. പശുക്കുട്ടി എണീറ്റു. ഇപ്പോൾ 2 ആൾക്കാരും പശുക്കുട്ടിയുടെ വാലും പിടിച്ച് കുറേശ്ശെ പിച്ച നടക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടിരിക്കാൻ എന്ത് രസമല്ലേ. വീട്ടിൽ ഇങ്ങനെയൊന്നും ആലോചിക്കേണ്ട. സാധാരണ ഒരു വീട്ടിൽ തന്നെ, സാധാരണ ലൗകികന്മാരായ ഒരു ദമ്പതിമാരുടെ വീട്ടിൽ തന്നെ ഒരു കൊച്ചുകുട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ കളികൾ നോക്കിയിരിക്കാൻ എന്തൊരു രസമല്ലേ.
ഭാഗവതത്തിലും അതെ, ഈ ഭാഗം വായിക്കാൻ നല്ല രസമാണ്, അതിനെപ്പറ്റി ചിന്തിക്കാൻ നല്ല രസമാണ്, അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും നല്ല രസമാണ്. അങ്ങനെ പശുക്കുട്ടിയുടെ വാല് പിടിച്ചിട്ടാണ് രാമകൃഷ്ണന്മാർ പിച്ചാ നടക്കാൻ പഠിച്ചത്. അങ്ങനെ എല്ലാ ദിവസവും പുതിയ പുതിയ ലീലകളാണ്. രാവിലെ ആയാൽ ഈ ഗോപികമാരെല്ലാവരും കൂടി യശോദയെ കാണാൻ വേണ്ടി വരും. രാവിലെ ഒരു 10 മണിയായ പിന്നെ അത്ര വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ 10 മണിയാകുമ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കും. യശോദ അങ്ങനെ അടുക്ക എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കും. യശോദ എപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്യും. ഗോപികമാർക്കും ഉണ്ടാവും എന്തെങ്കിലും തിരി നന്നാക്കലോ പൂവ് നന്നാക്കലോ എന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ ജോലി ചെയ്ത് അവരിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കും. അങ്ങനെ വർത്തമാനം പറയുമ്പോൾ ഓരോരോ ഗോപികയും യശോദയോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിൻ്റെ കൃഷ്ണൻ വന്നിരുന്നു എന്ന്. അങ്ങനെ പറയുക. അപ്പോൾ യശോദയ്ക്കൊന്നും വിശ്വാസമാവണില്ല. അപ്പോൾ ഒരു ഗോപിക പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇന്നലെ കൃഷ്ണൻ വന്നിരുന്നു. എന്നിട്ടോ ഈ ഗോപിക രാവിലെ എല്ലാ ദിവസവും 8 മണിയാകുമ്പോൾ വെണ്ണ കൊണ്ട് അങ്ങാടിയിലേക്ക് പോകും. വെണ്ണ വിൽക്കാൻ പോവുകയാണ്. അപ്പോൾ പതിവ് പോലെ ആ ഗോപിക എന്ത് ചെയ്തു, 2 പാത്രത്തിൽ നിറയായ വെണ്ണ എടുത്തു വെച്ചു. എന്നിട്ട് അതിൽ പൊടിയൊന്നും വിടാണ്ടിരിക്കാൻ വേണ്ടി ഒരു നല്ല നാക്കില കൊണ്ട് നല്ലപോലെ അടച്ചു വെച്ചു. അത് കഴിഞ്ഞത് കെട്ടി വെച്ചു, ഭദ്രമായിട്ട് കെട്ടി വെച്ചു. എന്തിനാ? അത് വിൽക്കാനാണ്. ഈ ഭഗവാന് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്ത്? വിൽക്കുക, കച്ചവടം ചെയ്യുക. ഇത് ഭഗവാന് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. കൃഷ്ണാവതാരത്തിൽ എവിടെയും കൃഷ്ണൻ എന്തെങ്കിലും വിറ്റു എന്ന് പറയണില്ലല്ലോ. ഉണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എവിടെയെങ്കിലും ഞാൻ കുറേ ഭാഗവതം വായിച്ചു നോക്കി, ഞാനെവിടെയും കണ്ടില്ല കൃഷ്ണൻ എന്തെങ്കിലും സാധനം എടുത്ത് വിറ്റു എന്ന് പറയണില്ല. ഉണ്ടോ? അല്ലെങ്കിൽ ഗോപികമാരോ ഗോപന്മാരോ എന്തെങ്കിലും സാധനം വിറ്റു എന്ന് ഞാനെവിടെയും കണ്ടിട്ടില്ല, എവിടെയും വായിച്ചിട്ടില്ല. അപ്പോൾ ഭഗവാൻ ഇഷ്ടമല്ല, അതാണ്. അപ്പോൾ ഈ ഗോപിക എന്താ ചെയ്യേണ്ടത്? ഈ ഗോപിക വെണ്ണ ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പാത്രത്തിലാക്കി എടുത്തു വെച്ചതാണ്. ആ വീട്ടിലേക്കാണ് ആര് വന്നത്? അന്ന് കൃഷ്ണൻ വന്നു. എന്നിട്ട് എന്താണ് ഈ മൂടി വെച്ചത് നോക്കി, പൊട്ടിച്ചു. കയ്യോ വിരലിലേക്കാണ് കുത്തിയ സമയത്ത് ആ ഇല പൊട്ടി, ഉള്ളിൽ നിന്ന് കുറേ വെണ്ണ കിട്ടി. വെണ്ണ എടുത്തിട്ട് എന്ത് ചെയ്തു കൃഷ്ണൻ? മനസ്സിലായോ പറയണത്? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണത്? എൻ്റെ ഒരു സംശയം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ അമ്പാടിയിലാണോ അതെല്ലാം ഈ മള്ളിയൂരാണോ? ഞാനിപ്പോൾ മള്ളിയൂരല്ല, ഞാൻ അമ്പാടിയിലാണ്. നിങ്ങളോ? ഇത് മള്ളിയൂരല്ല, ഇതിപ്പോൾ എന്താണ്? ഇത് അമ്പാടിയാണ് അല്ലേ? നമ്മൾ അമ്പാടിയിലാണെന്ന് വിചാരിച്ചാലേ നമുക്കത് ഒരു ആസ്വാദ്യത ഉണ്ടാവും, അല്ലെങ്കിൽ ആസ്വാദ്യത ഉണ്ടാവില്ല. അപ്പോൾ കൃഷ്ണൻ എന്താ ചെയ്തത്? വായ മൂടിക്കെട്ടി ഇല കൊണ്ട്, അല്ലേ? ഇല കൊണ്ടാണല്ലോ വായ മൂടി. അതിന് മുകളിലേക്ക് ശക്തിയായിട്ട് വിരലങ്ങ് താത്തിപ്പോൾ എന്താ? ഇല പൊട്ടിപ്പോയി. വെണ്ണ കയ്യിലെടുത്തു. കണ്ടോളൂ എന്താ ചെയ്യണത്? വെണ്ണ എടുത്തിട്ട് ബലരാമൻ്റെ വായയിൽ വെണ്ണ അങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. നമ്മളൊന്നും അങ്ങനെ പതിവില്ല, അല്ലേ? അതായത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടേ നമ്മൾ ഉപയോഗിക്കാവൂ എന്നുള്ള വലിയ പാഠമാണ്. നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാൽ വീട്ടിൽ വരുന്ന അതിഥികൾക്കും എല്ലാവർക്കും കൊടുത്തതിന് ശേഷമേ നമ്മൾ ആഹരിക്കാവൂ. ബലരാമൻ എന്ത് ചെയ്തു? മറ്റേ കിണ്ടി, 2 കിണ്ടിയുണ്ട്. ബലരാമൻ നല്ല ശക്തിയാണ് ബലരാമൻ, അല്ലേ? നല്ല ബലമാണ്. ആ ബലമുള്ള കൈ കൊണ്ട് താഴ്ത്തിയപ്പോൾ ആ ഇല പൊട്ടിപ്പോയി. വെണ്ണ വാരിയെടുത്തു. ബലരാമൻ എന്താ ചെയ്യണത്? കൃഷ്ണൻ്റെ വായിൽ ബലരാമൻ കൊടുക്കുന്നു. ബലരാമൻ്റെ വായിൽ കൃഷ്ണന് വെണ്ണ കൊടുത്ത്, വെണ്ണ കുറച്ചൊക്കെ വായിലാവും, ചുണ്ടിലാവും, താടിയിലാവും, കുഞ്ഞ് വയറിൻ്റെ മുകളിലൊക്കെ ആവും, കയ്യിലൊക്കെ വെണ്ണയാവും. നല്ല ഭംഗിയല്ലേ കാണാൻ? ഇതിനെയാണ് നവനീത വിലിപ്താംഗൻ എന്നാണ് ഈ കൃഷ്ണൻ്റെ പേര്. എന്താ പേര്? നവനീത വിലിപ്താംഗൻ. ചില യോഗികളൊക്കെ 8 മണിക്കൂറൊക്കെ ധ്യാനിക്കും അത്ര ഈ കൃഷ്ണനെ. നിങ്ങൾ എത്ര നേരം ധ്യാനിക്കാറുണ്ട്? ധ്യാനിച്ചിട്ടേ ഉണ്ടാവില്ല, അല്ലേ? ചില യോഗിമാർ ഇപ്പോഴുണ്ട്. കേരളത്തിലൊക്കെ ഒരുപാട് പേര് എനിക്ക് തന്നെ നേരിട്ടറിയാം. ഒരു ദിവസം 16 മണിക്കൂർ വരെയൊക്കെ നവനീത വിലിപ്താംഗൻ എന്നാണ് ഈ കൃഷ്ണൻ്റെ പേര്. വേല് നിറയെ വെണ്ണയാക്കി വെണ്ണ എടുത്ത് തിന്ന് ബലരാമന് കൊടുത്തുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ്റെ പേരാണ് നവനീത വിലിപ്താംഗൻ. ഇടയ്ക്ക് തലയിലും തേക്കും. ഇടയ്ക്ക് തലയിലും. അപ്പോൾ തലയിലും വെണ്ണ ഉണ്ടാവും, നെറ്റിയിൽ തെച്ചാൽ അവിടെ ഉണ്ടാവും, മൂക്കുമ്പിൽ തെച്ചാൽ അവിടെ ഉണ്ടാവും. എവിടെയാണോ വെക്കുന്നത് പിന്നെ കൈ വ്യത്യാസമൊന്നുമില്ല. ഇടത്തെ കൈ കൊണ്ട് കൊടുക്കും കുട്ടികൾ. നമുക്കല്ലേ വലത്തെ കൈ നല്ലതാണ് എന്നൊരു വിചാരം, അല്ലേ? അങ്ങനെ ഒരു വിചാരമില്ലേ നമുക്ക്, അല്ലേ? അതെന്താ ഇടത്തെ കൈ എന്ത് തെറ്റാ ചെയ്തത്? കൃഷ്ണൻ അങ്ങനെയൊന്നുമില്ല. കൃഷ്ണൻ 2 കൈ കൊണ്ട് വെണ്ണ വാരിയെടുക്കും, എന്നിട്ട് മേലൊക്കെ വാരി തേക്കും. ഇത് കണ്ടിട്ടാണോ എന്നറിയില്ല. പിന്നീട് ഈ വസുദേവർ ഒരു യജ്ഞം ചെയ്യുമ്പോൾ വസുദേവരുടെ ശരീരത്തിൽ അത് വെണ്ണ തേച്ചു എന്ന് പറയുന്നുണ്ട് ഭാഗവതത്തിൽ വലുതായതിന് ശേഷം. അപ്പോൾ ഈ വെണ്ണ വളരെ പ്രധാനപ്പെട്ടൊരു വസ്തുവാണ്, അല്ലേ? അപ്പോൾ ഭഗവാൻ അതിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഭഗവാന്റെ പേരാണ് നവനീത വിലിപ്താംഗൻ. വേണമെങ്കിൽ ധ്യാനിക്കാം. ഇനി 8 മണിക്കൂറൊന്നും ധ്യാനിച്ചില്ലെങ്കിലും 1 മണിക്കൂർ ധ്യാനിച്ചോളൂ. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 6 മണി വരെ വേല് മുഴുവൻ വെണ്ണയാക്കി തേച്ചിരിക്കുന്ന ഭഗവാനെ ധ്യാനിച്ചിരുന്നാൽ നിങ്ങൾ എന്താണോ വിചാരിക്കുന്ന അഭീഷ്ടങ്ങളൊക്കെ ഭഗവാൻ സാധിപ്പിച്ചു തരും. വേറൊന്നും ചെയ്യേണ്ട, ചെയ്തു, നാളെ തന്നെ ചെയ്തോളൂ. നിങ്ങൾ എന്താണോ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭഗവാൻ സാധിപ്പിച്ചു തരുന്നതാണ് അതിൻ്റെ ഫലശ്രുതിയൊക്കെയാണ്. ഓരോന്നിനുണ്ട് ഫലശ്രുതി.
ഈ ഗോപിക അപ്പോൾ ഈ ഗോപിക രാവിലെ 8 മണിക്ക് വെണ്ണ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ എന്താ കണ്ടത്? രണ്ടാളും കൂടി വെണ്ണ വാരി തേക്കുകയാണ്. പിന്നെ വിൽക്കാൻ പോകാൻ പറ്റുമോ? അന്നത്തെ കച്ചവടം നിന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാനിവിടെ വന്നതുകൊണ്ട് നിങ്ങൾ എന്തിനു പോകണ്ട, ഇനി കച്ചവടത്തിന് പോകണ്ട, മനസ്സിലായോ? ഇനി വെണ്ണയും പാലൊന്നും വിറ്റ് ഉപജീവന മാർഗത്തിൻ്റെ ആവശ്യമില്ല. രമാനാഥനല്ലേ വന്നത്, അല്ലേ? ഇനി നിങ്ങൾ എവിടേക്കും പോവേണ്ട, നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെ പാലുണ്ടാവും. വേറെ ഗോപിക എന്താ പറഞ്ഞതെന്നറിയോ? വേറെ ഗോപിക പറഞ്ഞു, ഞാൻ ഇന്നലെ രാവിലെ പശുക്കുട്ടിയെ കെട്ടാൻ വന്നു നോക്കിയതാ. വന്നു നോക്കിയപ്പോൾ എന്താ കണ്ടത്? വത്സാൻ മുഞ്ചൻ ക്വചിത് അസമയേ. അപ്പം ഞാനീ പറയുന്നതിനൊക്കെ കൃത്യമായ ശ്ലോകം ഭാഗവതത്തിൽ കേട്ടോ. ഭാഗവതത്തിലില്ലാതൊന്നും ഞാൻ പറയണില്ല. വത്സാൻ മുഞ്ചൻ ക്വചിത് അസമയേ എന്താ അർത്ഥം? ഈ ഗോപിക വന്നു. ഈ ഗോപിക വന്നിട്ട് പശുവിനെ കറക്കാൻ നോക്കി. അപ്പോൾ പശുവിൻ്റെ അകിട്ടിൽ ഒരു തുള്ളി പാലും ഇല്ല. മനസ്സിലായി? എന്നിട്ട് ആ കഥ ഗോപിക യശോദയോട് പറയുക. വത്സാൻ മുഞ്ചൻ ക്വചിത് അസമയേ എന്താ അർത്ഥം? പശുക്കുട്ടിയെ, ഈ തള്ള പശുവിനെ കണ്ടപ്പോൾ മനസ്സിലായി പാലില്ല എന്ന് മനസ്സിലായി. കാരണം എന്താ? പശുക്കുട്ടികളെ ആരും അഴിച്ചു വിട്ടിട്ടുണ്ട്. ആരാ അഴിച്ചു വിട്ടത്? ആരാ ഈ പശുക്കുട്ടികളൊക്കെ അഴിച്ചു വിട്ടെന്ന് ഉറക്കെ ചോദിച്ചപ്പോൾ ഭഗവാൻ ഓടി വന്നു. ഭഗവാൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഞാനാണ് അഴിച്ചു വിട്ടത്. കണ്ണാ, നീ എന്തിനാ പശുക്കുട്ടിയെ അഴിച്ചു വിട്ടത്? ഞാൻ വന്നപ്പോഴേ ആ പശുക്കുട്ടി ഇങ്ങനെ എമ്പേന്ന് പറഞ്ഞിങ്ങനെ കരയുക. ഞാൻ ചോദിച്ചു, എൻ്റെ അമ്മയുടെ പാല് ഞാനല്ലേ കുടിക്കുക, അതേപോലെ നിൻ്റെ അമ്മയുടെ പാല് നിനക്ക് കുടിക്കണ്ടേ? ഞാൻ അഴിച്ചു തരാം എന്ന് പറഞ്ഞ് എല്ലാവർക്കും മോക്ഷം കൊടുക്കുന്ന ഭഗവാൻ എന്ത് ചെയ്തു? ആ വത്സാൻ, ഏകവചനമല്ല, ഏകവചനമാണെങ്കിൽ വത്സം എന്ന് പറയണം, അല്ലേ? വത്സം. ദ്വിവചനമാണെങ്കിൽ വത്സവും എന്ന് പറയണം. വത്സാൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഒരു പശുക്കുട്ടിയല്ല, എത്രയോ പശുക്കുട്ടികളെ ഭഗവാൻ അഴിച്ചു വിട്ടു അർത്ഥം കിട്ടും, അല്ലേ? വത്സാൻ മുഞ്ചൻ, എത്രയോ പശുക്കുട്ടികളെ, കെട്ടിയിട്ട പശുക്കുട്ടികളെ ഭഗവാൻ അഴിച്ചപ്പോൾ ആ പശുക്കുട്ടികളൊക്കെ അമ്മയുടെ അകിട്ടിൻ്റെ അടുത്ത് പോയിട്ട് ഇഷ്ടം പോലെ പാല് കുടിക്കുന്നത് ഭഗവാൻ നോക്കി നിന്നു. അതിൻ്റെ അർത്ഥം എന്താ? തള്ളപ്പശുവിൻ്റെ അകിട്ടിൽ പോയി ഇഷ്ടം പോലെ പാല് കുടിക്കാൻ ആർക്ക് സ്വാതന്ത്ര്യമുണ്ട്? പശുക്കുട്ടിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇനി മുതൽ അതിനെ കെട്ടിയിടണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. പിന്നെ ഗോകുലത്തിൽ ആരും പശുക്കുട്ടികളെ കെട്ടിയിടാണ്ടായി. ഭഗവാൻ ഓരോ ദിവസം, അതാണ് അറിവ് കിട്ടുന്തോറും നമുക്ക് പുതിയ പുതിയ മേഖലകളിലേക്ക് പോകാൻ കഴിയും, അല്ലേ? എല്ലാ ദുഃഖങ്ങളും തീരാനുള്ള മാർഗ്ഗം എന്താ ഭഗവതൻ പറയണത്? അറിവാണ്. ഓരോരോ അറിവ് നേടുന്തോറും നമുക്ക് ഓരോ തരത്തിൽ ദുഃഖങ്ങൾ ഇല്ലാതെയായി തീരും. അപ്പോൾ പശുക്കുട്ടികളൊന്നും കെട്ടാൻ ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലായി. അതിനുശേഷം പിന്നെ അമ്പാടിയിൽ ഒരു ഗോപികയും എന്ത് ചെയ്യാറില്ല, പശുക്കുട്ടികളെയോ പശുക്കളെയോ കെട്ടിയിട പതിവില്ല. അവരൊക്കെ സ്വതന്ത്രരായിട്ട് വിട്ടു. അപ്പോൾ വത്സാൻ മുഞ്ചൻ കുജി അസമയേ, എപ്പോഴാത്? സമയത്തല്ല, അസമയത്താണ് ഈ ലീല ആടിയതല്ലേ. എന്നിട്ട് ആ ഗോപിക ഈ കഥ യശോദയോട് പറഞ്ഞു കൊടുത്തു. പിന്നെന്താ പറഞ്ഞു കൊടുത്തത്? വത്സാൻ മുഞ്ചൻ കുജിരസമയേ ക്രോശസഞ്ജാത സസ്തേയം സ്വാദ്വത്യധിപയ കൽപ്പിതൈ സ്തേയയോഗൈ. വേറൊരു വീട്ടിൽ ഗോപിക ചെന്നു. ആ വീട്ടിലെ ഇപ്പോൾ നാട്ടിലൊക്കെ പാട്ടായി. ഇപ്പോൾ എന്ത്, ഇവിടെ കുറേ കള്ളന്മാരിറങ്ങിയിട്ടുണ്ട്, വെണ്ണ കെട്ട് തിന്നുന്നുണ്ട്, പാല് കെട്ട് കുടിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ അമ്പാടി മുഴുവനും പരന്നു. അപ്പോൾ ഗോപികമാരൊക്കെ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി പല പല കാര്യങ്ങളും ചെയ്തു നോക്കി. യശോദയ്ക്കാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കാരണം എന്താ? ഈ യശോദയുടെ വീട്ടിൽ നിന്ന് അങ്ങനെ പോകാൻ കളിക്കാറില്ല അത്ര. യശോദയുടെ അടുത്ത് വന്നാൽ ഉണ്ണി നല്ല മിടുക്കരാ. അമ്മ പറയും, ഉണ്ണി കാല് നീട്ടിയിരിക്കൂ. അപ്പോൾ ഉണ്ണി കാല് നീട്ടിരിക്കുക. നാമം ജപിക്കൂ. എന്ത് നാമം അമ്മ ചോദിക്കേണ്ടത്? എന്ത് രാമായണം കഥയാന്നല്ല പറഞ്ഞൊന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് യശോദ എന്ത് പറഞ്ഞു കൊടുക്കും? രാമായണം കഥ പറഞ്ഞു കൊടുക്കും. ആർക്ക്? ആരാണോ പണ്ട് ശ്രീരാമനായിട്ട് വന്നത് ആ ശ്രീരാമനല്ലേ അപ്പോൾ കൃഷ്ണനായിട്ട് വന്നത്, അല്ലേ? അപ്പോൾ യശോദ രാമായണ കഥ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും, രാമനാമം ജപിച്ചാൽ മതി കേട്ടോ, ഉണ്ണി വലുതാവും കേട്ടോ, ഉണ്ണിക്ക് ബലരാമനെ പോലെ വെളുക്കണ്ടേ, രാമനാമം ജപിച്ചാൽ മതി. അപ്പോൾ ഉണ്ണി എന്ത് ചെയ്യും? സന്ധ്യാസമയത്ത് അമ്മ പറയും നാമം ജപിച്ചോളാൻ പറയും. ഉണ്ണി കാലും നീട്ടിയിരിക്കും. എന്നിട്ട് തലങ്ങനെയാട്ടും, രാമ 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 രാമ. അമ്മ എത്ര പ്രാവശ്യം ചോദിക്കണം? അമ്മേ 108 തവണ ചോദിക്കണം. രാമ 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 അങ്ങനെ ജപിക്കും. അപ്പോഴാണ് ബലരാമൻ്റെ വരവ്. ബലരാമൻ വരുമ്പോൾ ബലരാമൻ എന്താ കാണുക? കൃഷ്ണനുണ്ട് രാമ രാമ ചോദിക്കും. അപ്പോൾ ബലരാമൻ എന്ത് ചെയ്യും? ബലരാമൻ അവിടെ ഇരിക്കും, കൃഷ്ണ 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 കൃഷ്ണ. അപ്പോൾ രാമൻ രാമ 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 കൃഷ്ണ 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 കൃഷ്ണ. താളം പിടിക്കണ മാതിരിയാണ്. ഈ ചെണ്ടക്കാരൊക്കെ ഒരേ താളത്തിൽ കൂട്ടണ കണ്ടില്ലേ? ഞങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെ ഒരാൾ രാമനാമം ജപിക്കുന്നു, മറ്റേ ആൾ കൃഷ്ണനാമം ജപിക്കുന്നു. കാലും നീട്ടിങ്ങനെ എന്ത് രസമല്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോഴാണ് യശോദ വരും. യശോദ എന്താ ചെയ്യുക? തിരി ഒഴിയുന്ന പരിപാടി യശോദയ്ക്ക്. തിരി ഇങ്ങനെ കത്തിക്കും. സന്ധ്യാസമയത്ത് കുറേ തിരി കൊണ്ടുവരും. അതൊക്കെ കത്തിച്ചിട്ട്
കാളി കാളി മഹാകാളി ഭദ്രകാളി കുലഞ്ചവാലി. ഈ കാളി ആരാണ് ഈ കാളി? ഈ കാളി കൃഷ്ണൻ്റെ അനിയത്തിയല്ലേ? അല്ലേ? കൃഷ്ണൻ്റെ അനിയത്തിയാണ് ആര്? ഇവർ പൂജിക്കുന്നത് കാളിയമ്മയാണ്. അവിടെ വലിയൊരു അമ്പലമുണ്ട്. അവിടെ അമ്പാടിയിൽ ഒരു വലിയ മഹാകാളീക്ഷേത്രമുണ്ട്. എല്ലാവരും കാളിയുടെ ഭക്തന്മാരായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഈ തിരി വയ്ക്കുന്നു, അന്തിത്തിരി വയ്ക്കുക. ഈ തിരി ഇങ്ങനെ വെച്ചിട്ട് കൃഷ്ണൻ നോക്കി എൻ്റെ അനിയത്തോട് പറയാം എന്നെ നോക്കണേന്ന്. അല്ലേ? കൃഷ്ണൻ്റെ അനിയത്തിയാണല്ലോ കാളി, അല്ലേ? അപ്പം അമ്മ പറയുകയാണ് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച, അതായത് യാദവ കുലത്തെ മുഴുവൻ രക്ഷിക്കണം. കുലധർമ്മം ച, കുലധർമ്മങ്ങളെ രക്ഷിക്കണം. മാം ച, എന്നെയും രക്ഷിക്കണം. പാലയ പാലയ, എല്ലാവരെയും പാലിക്കണം. അല്ലേ? കൃഷ്ണൻ ചിരിച്ചിട്ട് വയ്യ. ചിരിക്കാൻ വയ്ക്കുമോ? ചിരിക്കാൻ വയ്യല്ലോ. കാരണം അമ്പാടിയെ മാത്രമല്ല ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നത് ആരാ? കൃഷ്ണനല്ലേ? അല്ലേ? അതാണ് പണ്ടാരോ കവിത എഴുതി, ഉലകു സൃഷ്ടിച്ചു ഭരിച്ചു സംഹരിച്ചിളകുന്ന ചില്ലിയുകള ഭംഗിയും. അതിനർത്ഥം മനസ്സിലായോ? അതായത് ഭഗവാന്റെ ഈ ചില്ലികൾ, ഈ കണ്ണിൻ്റെ മുകളിൽ പീലിയില്ലേ, അതിനാണ് ഈ ചില്ലി എന്ന് പറയുന്നത്. അല്ലേ? അതൊന്ന് അടഞ്ഞു തുറക്കുമ്പോഴേക്കും എത്രയോ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടക്കും. മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണ് നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവണത്. ഞങ്ങൾ നോക്കുന്നവിടെ മുഖമൊക്കെ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതൊന്നും മനസ്സിലായില്ല എന്നെനിക്ക് മനസ്സിലായി. അതായത് കൃഷ്ണനൊന്ന് കണ്ണടച്ച് തുറക്കാൻ എത്ര നേരം വേണം? ഒരു സെക്കൻഡ് പോലും വേണ്ടല്ലോ. അല്ലേ? കണ്ണടച്ച് തുറക്കാൻ ഒരു സെക്കൻഡ് വേണ്ട. ആ ചുരുങ്ങിയ സമയം കൊണ്ട് കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കും, അതിനെ രക്ഷിക്കും, അതിനെ സംഹരിക്കും. അത്രയും കഴിവുള്ള ആളാണ് ആര്? അനന്തമായ ശക്തികൾ ആർക്കുണ്ട്? ഈ കൃഷ്ണനുണ്ട്. പക്ഷെ അതൊന്നും ആർക്കറിയില്ല, യശോദയ്ക്ക് അറിയില്ല. യശോദ എന്തു വിചാരിച്ചു? ഇത് എൻ്റെ ഉണ്ണിയാണ്, എൻ്റെ ഉണ്ണിയാണെന്നുള്ള വിചാരം മാത്രമേ യശോദയ്ക്ക് ഉണ്ടായുള്ളൂ. അല്ലാണ്ട് അനന്തശക്തിയുള്ള ഉണ്ണിയാണെന്ന് യശോദയ്ക്ക് തോന്നിയില്ല. ഒരു ദിവസം ഭഗവാൻ വിചാരിച്ചു, ഞാൻ ഈശ്വരനാണെന്ന് നമ്മെ കാണിച്ചു കൊടുത്താലോ. അങ്ങനെ കൃഷ്ണൻ മടിയിരുന്ന് ഉറക്കം തൂങ്ങിയത്. ഒരു ദിവസം മടിയിരുന്ന് ഉറക്കുന്നത് വായ ഇട്ടു. കൂട്ടുവായി ഇടുക എന്ന് പറയുന്നത് നിങ്ങൾ എന്താ നിങ്ങൾ പറയുക എനിക്കറിയില്ല. കോട്ടയംകാരൻ എന്താ പറയുക? വായ എങ്ങനെ വലുതാക്കി തുറക്കുന്നതിന് കൂട്ടുവായി ഇടുക എന്നല്ലേ? നിങ്ങളെന്താ പറയുക? ഇത് കോട്ടയാണല്ലോ അല്ലേ? എന്തോ ആയിക്കോട്ടെ, വായ തുറക്കും കുട്ടികൾ. കൃഷ്ണൻ ഒന്നായിട്ട് വായ തുറന്നപ്പോൾ യശോദ ആ ഉണ്ണിയുടെ വായിൽ നോക്കിയപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും കണ്ടു. സമുദ്രങ്ങൾ കണ്ടു, പർവ്വതങ്ങൾ കണ്ടു, ഭൂമിയെ കണ്ടു, നക്ഷത്രങ്ങൾ കണ്ടു, സൂര്യനെ കണ്ടു, ചന്ദ്രനെ കണ്ടു, ഗ്രഹങ്ങളെ കണ്ടു, എല്ലാം കാണുകയാണ് യശോദ. അല്ലേ? അങ്ങനെ യശോദയ്ക്ക് 1-2 തവണ ഭഗവാൻ തൻ്റെ വായിൽ പ്രപഞ്ചം മുഴുവൻ കാണിച്ചു കൊടുത്ത അത്ഭുത ലീല ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് യശോദയ്ക്ക് തൻ്റെ സ്വരൂപം എന്താണ്, താനാരാണ് ഭഗവാൻ എന്ന് വെളിപ്പെടും. അത് ഞാൻ വീണ്ടും എന്ത് ചെയ്യും? മായയിലിട്ട് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ യശോദ ചില സമയത്ത് രോഹിണിക്കല്ല യശോദയ്ക്ക് ആ കഴിവ് കൂടുക. എന്താ കാരണം? ഒരു ദിവസം യശോദ വിളിക്കാൻ പോയത്. ആദ്യം രോഹിണി നീ പോയി വിളിച്ചു പറഞ്ഞു. കുട്ടികൾ കളിക്കുകയാണ് മുറ്റത്ത്, കളിയോട് കളിയാണ് മുറ്റത്ത്. അപ്പോൾ പറഞ്ഞു പോയി വിളിക്കാൻ പറഞ്ഞു. രോഹിണി പോയിട്ട് കുറേ നേരം വിളിച്ചു, കൃഷ്ണ രാമ എന്ന് വിളിച്ചിട്ട് രോഹിണി ഞാൻ വിളിച്ചിട്ടൊന്നും വരണ്ടേ, നീ പോയി വിളിക്കുക പറഞ്ഞു. എത്ര നേരെ ഈ കുട്ടികൾ കളിക്കാനോ കുട്ടികൾ ഊണ് വയ്ക്കാൻ പറഞ്ഞു. വിളിക്കാൻ പറ്റുമോ? വിളിച്ചാൽ വരില്ല. കുട്ടികൾക്ക് ഇഷ്ടം കളിക്കാനാണ്. ആ കളിയിൽ തന്നെ അങ്ങനെ വ്യാപൃതനായിട്ടിരിക്കുന്നവരെ യശോദ അടുത്ത് ചെയ്യുന്നു. എന്നിട്ട് യശോദ വിളിച്ചു. ഇതൊക്കെ ഓരോരുത്തരും മലയാളത്തിൽ കവിതകളാക്കി എഴുതിയിട്ടുണ്ടല്ലേ? ഇതൊക്കെ ഭാഗവത്തിൽ അതേപോലെ സംസ്കൃത ശ്ലോകങ്ങളാണ്. അത് മലയാളത്തിലാക്കിയ ഒരാൾ ഉണ്ണി വാവ കുളിച്ചിടുക കുറികളുമിട്ടുണ്ണണം നീ കുമാര, ഇന്നല്ലോ നിൻ പിറന്നാൾ പൊടിച്ചള്ളികളണിഞ്ഞെന്തിവണ്ണം നടപ്പു, ഈ വണ്ണം യശോദാവചനമുടനെ കേട്ടു മെല്ലെ ചിരിച്ചോരുണ്ണിക്കണ്ണൻ്റെ ഭാവം മമ പുനരൊരു നാൾ കൺമതിൻ ഭാഗ്യമുണ്ടോ. ഒരു കവി ചോദിക്കുക അതെനിക്ക് കാണാൻ പറ്റുമോ എന്ന്. ഉണ്ണി വാവ യശോദ പോയിട്ട് ഇങ്ങനെ വിളിച്ചു. കളിയിൽ നിമഗ്നരായതുകൊണ്ട് അവർ വന്നതേയില്ല. അപ്പോൾ യശോദ സൂത്രം പറഞ്ഞു, ഇന്നല്ലോ നിൻ പിറന്നാൾ, ഇനി നിൻ്റെ പിറന്നാളാണ്. രോഹിണിയാണെന്ന് വെറുതെ പറഞ്ഞതാ. രോഹിണിയാണ് പിറന്നാളാണെന്ന് കേട്ടപ്പോൾ ഉണ്ണി ഓടിയത്, അമ്മേ പായസമുണ്ടോ. യശോദ ഇതുവരെ രോഹിണി വിളിച്ചിട്ടൊന്നും വരാത്ത കൃഷ്ണൻ യശോദ വന്ന് വിളിച്ചപ്പോൾ വേഗം വന്നു. യശോദ ഒരു സൂത്രം പ്രയോഗിച്ചില്ല, ഇന്ന് പിറന്നാളാന്ന് പറഞ്ഞു. പിറന്നാളാന്ന് പറയുമ്പോൾ കൃഷ്ണൻ്റെ മേല് നിറയെ എന്തുണ്ട്? പൊടിയല്ലേ? പൊടി ചളികൾ അണിഞ്ഞെന്തിവണ്ണം നടപ്പു. ആ പൊടിയോടെ പോയിട്ട് യശോദയെ കെട്ടിങ്ങനെ പിടിച്ചു. പായസം ഉണ്ടോ ചോദിച്ചു. അപ്പോൾ എന്താ ഉണ്ടായത്? ഭഗവാന്റെ മേലുള്ള പൊടികളും ചളികളും ഒക്കെ യശോദയുടെ വസ്ത്രത്തിലായി. മുകളിൽ ഒരുപാട് പേര് എഴുതാൻ നിൽക്കുന്നു. എഴുത്തുകാരൊക്കെ അന്ന് മുകളിലായിരുന്നു. ആരാ എഴുത്തുകാർ? എത്രയോ വലിയ മാമുനിമാരൊക്കെ ആകാശത്തിൽ ഭഗവാന്റെ ലീല കാണാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു.
അമ്പാടിയിൽ എന്തൊരു ലീല നടക്കുമ്പോഴും നാരദൻ, തമ്പുരു മുതലായിരിക്കുന്ന എല്ലാ യോഗികളും മുനിമാരും എല്ലാവരും അവിടെ ഉണ്ടാവും, ആകാശത്തിലുണ്ടാവും അല്ലേ. അവരെല്ലാം എഴുതിയെടുക്കുക. കൃഷ്ണൻ പറയുന്നതൊക്കെ ഭാഗവത തത്വങ്ങളാണ്. കൃഷ്ണൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതൊക്കെ വേദാന്ത തത്വങ്ങളാണ്. എന്ത് കളി ഭഗവാൻ കളിച്ചാലും ശരി. അപ്പം മുനിമാർക്ക് എഴുതിയിട്ട് സ്പീഡ് പോരാ തോന്നുക. അത് അത്ര കാര്യങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. ഇപ്പം നന്നായി സംസാരിക്കും. കൃഷ്ണൻ പറയുന്നതൊക്കെ എന്താണ്, കേട്ടാൽ നമുക്ക് കളിയായിട്ട് എന്തോ പറയണോ തോന്നുന്നു. പക്ഷേ വാസ്തവ വലിയ വലിയ തത്വങ്ങളാണ്, വേദാന്ത തത്വം. എല്ലാ മുനിമാരും ഇതൊക്കെ എഴുതി വെച്ചു. അത് പിന്നീട് പുസ്തക രൂപത്തിലാക്കി ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഭഗവാനും യശോദയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭഗവാൻ സംസാരിക്കുന്നതൊക്കെയാണ് വേദാന്ത തത്വങ്ങളാണല്ലേ. എന്ത് പറഞ്ഞാലും വേദാന്തമായിരിക്കും. അത് നമ്മളെ കൊണ്ട് കഴിയില്ല. യശോദ ചോദിക്കുന്ന ഉത്തരമാണ് പറയുന്നത്. പക്ഷേ കൃഷ്ണൻ എന്ത് പറഞ്ഞാലും അതെല്ലാം ഗംഭീരമായ ശാസ്ത്രതത്വങ്ങളായിട്ട് മാറി. ഇങ്ങനെ ഗോപികമാരൊക്കെ യശോദയോട് പറയും. യശോദ വിളിച്ചപ്പോൾ വേഗം വന്നു കേട്ടോ, വേഗം വന്നു, ഊണ് കഴിക്കാൻ വന്നു. അതൊന്നും ഭഗവാൻ മടി കാണിച്ചില്ല എന്ന് പറയട്ടെ. അതേപോലെ ഒരു ദിവസം അമ്പാടിയിൽ ഒരു പഴക്കച്ചവടക്കാരി വന്നിരുന്നു. പഴക്കച്ചവടക്കാരി വന്നിട്ട് അവന് പഴം വേണോ പഴം വേണോ പഴം വേണോ ചോദിക്കുക. ഈ സംസ്കൃതത്തിൽ ചോദിക്കുമ്പോൾ ഫലം വേണോ എന്നാണ് ചോദിക്കുക. അപ്പോൾ ഭഗവാൻ ആലോചിച്ചു, കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം കൊടുക്കുന്ന ആൾ ഞാനല്ലേ. അല്ലേ, കർമ്മം ചെയ്താൽ ഏത് ജീവി കർമ്മം ചെയ്താലും ഈ കർമ്മത്തിൻ്റെ ഫലം കൊടുക്കുന്നതാരാ? ഭഗവാനാണല്ലേ. ഭഗവാൻ പറഞ്ഞിട്ടുമുണ്ട്, കർമ്മണി ഏവ അധികാരഹ തേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗീതയിൽ. ഈ സ്ത്രീ പറയാണ് ഫലം വേണോ. അപ്പോൾ ഭഗവാൻ അത്ഭുതമായി. ഭഗവാൻ പുറത്തേക്ക് വന്ന് നോക്കി. അന്ന് അമ്മയുടെ കാളീക്ഷേത്രത്തിൽ ഉത്സവം പ്രമാണിച്ച് എല്ലാവരും അമ്പലത്തിലാണ്. ഇവിടെ കണ്ണൻ മാത്രമേ ഉള്ളൂ. കണ്ണൻ ആ പഴക്കച്ചവടയുടെ അടുത്തേക്ക് മെല്ലെ അങ്ങനെ വന്നു. പഴക്കച്ചവടയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഉണ്ണിയെ കാണുന്നത്. നല്ല ഭംഗിയുള്ള പീരി തലയിൽ വെച്ചിട്ടുണ്ട്, നല്ലൊരു പട്ടുകോണം കൊടുത്തിട്ടുണ്ട്, നല്ലൊരു അരഞ്ഞാണം കിട്ടിയിട്ടുണ്ട്, പാലുസ്ഥലമുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഉണ്ണിക്ക് ഏത് പഴമാണ് വേണ്ടത് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു, ഓരോരോ പഴം കൊട്ടയിൽ എടുത്ത് പുറത്ത് ഇതും വേണം മുഴുവൻ എടുത്തു വിട്ടു. ഇവളിങ്ങനെ നോക്കി നിൽക്കുക. ഉണ്ണി എല്ലാ പഴവും എടുത്തോളൂ കേട്ടോ, എന്നാൽ ഞാൻ നടക്കട്ടെ. പോകാൻ പാടില്ല. അമ്മ ഇതേപോലെ വന്നാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്, ഞാൻ നിനക്ക് എന്തെങ്കിലുമൊക്കെ തരാം. അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. മെല്ലെ അവിടെ നിർത്തി. അകത്ത് പോയി മുട്ടുകുത്തുന്ന പ്രായം. മുട്ടുകുത്തി അകത്ത് പോയിട്ട് കുറച്ച് ഗോതമ്പ് മണി എടുത്തുകൊണ്ട് വന്നു. ഈ ഉമ്മറപ്പടിയൊക്കെ അടക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ കൊണ്ടുവന്ന കയ്യിലെടുത്ത ഗോതമ്പ് മണികളൊക്കെ വഴിയിലൊക്കെ കുറേ വീണ് പോയി. എന്നിട്ട് ലേശന്തോ ബാക്കിയുണ്ട്. ഇവളാ കണ്ണനെ തന്നെ നോക്കി നിൽക്കുക. നടന്നു വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്, ഗോതമ്പ് എടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കൃഷ്ണൻ എന്ത് ചെയ്താലും ഭംഗിയാണല്ലോ. എന്നിട്ട് അകപ്പാടെ 2-3 മണി ഗോതമ്പ് അവളുടെ കൊട്ടയിലേക്ക് തട്ടിയിട്ടു. അപ്പോൾ അവൾ ചോദിച്ചു, ഞാനെന്ന് എടുക്കട്ടെ എന്ന്. എടുത്തോ പറഞ്ഞു. വേഗം ഭഗവാൻ എന്ന് വാരി എടുത്തൊരു ഉമ്മ കൊടുത്തു. അവൾക്ക് ഇന്ന് അവൾ ആദ്യമായിട്ട് കയറിയത് ഈ വീട്ടിലാണ്. പഴം മുഴുവൻ ആ കൃഷ്ണന് കൊടുത്തു. അവൾ ഒഴിഞ്ഞ കൊട്ടയുമായി വീട്ടിലേക്ക് നടന്നു പോവുക. വീട്ടിലെത്തിയപ്പോൾ എന്താ അറിയില്ല, കൊട്ടയ്ക്കൊരു ഭാരം. മോളെ പറഞ്ഞു, മോളെ ഇതൊന്ന് പിടിക്കുക പറഞ്ഞു. രണ്ടുപേരും കൂടി കൊട്ട താഴത്ത് വെച്ച് തുറന്നു നോക്കിയപ്പോൾ അതിനകത്തുണ്ട് ഫലഭാണ്ഡം അഭൂരിച്ച. ഫലഭാണ്ഡം ഇപ്പം എന്തായിട്ട് മാറി? രത്നഭാണ്ഡമായിട്ട് മാറി. ഗോമേതകം, പുഷ്യരാഗം, മരതകം, മാണിക്യം മുതലായ എത്രയോ രത്നങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ പഴക്കച്ചവടക്കാരിയുടെ ആ ഭാണ്ഡം. ഇങ്ങനെയുള്ള ഒരു കഥയും എവിടെ വർണ്ണിച്ചിട്ടുണ്ട്? ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഈ ഗോപികമാർ ഇടയ്ക്കൊക്കെ യശോദയോട് പറയും, എന്ത്? തായാട്ടു കാട്ടുന്ന ശിശുക്കളെ താൻ താടിച്ചു ശിക്ഷിച്ചു വളർത്ത വേണം. വല്ലാതെ തായാട്ട് കാട്ടുന്ന കുട്ടികളെ അടിക്കണം എന്നൊക്കെ യശോദ പറയാറുണ്ട്. പക്ഷേ യശോദ ഒരിക്കൽ പോലും ആരെയും അടിച്ചിട്ടില്ല, കൃഷ്ണനെ അടിച്ചിട്ടില്ല അല്ലേ. അങ്ങനെ ഒരു കഥയില്ല, അടിച്ചിട്ടേയില്ല. പിന്നെ കൃഷ്ണൻ പറയുന്നുണ്ട്, കൃഷ്ണഗാഥ എന്ന മനോഹരമായൊരു കാവ്യമുണ്ട്, വായിച്ചിട്ടുണ്ടോ? അത് വായിച്ചോളൂ. ചെറുശ്ശേരി എഴുതിയിരിക്കുന്ന കൃഷ്ണഗാഥ അഥവാ കൃഷ്ണപ്പാട്ട് എന്ന് പറയുന്ന ചെറിയൊരു പുസ്തകം, മുഴുവൻ ശുദ്ധമായ മലയാളമാണ്. അതിനകത്ത് കൃഷ്ണൻ പറയുന്നുണ്ട്, പീലി കൊണ്ടെന്നെ അടിച്ചാളമ്മ അല്ലേ. എന്തോ ഒരു ചെറിയ തെറ്റ് ചെയ്തപ്പോൾ അമ്മ എന്നെ പീലി കൊണ്ടടിച്ചു എന്ന്. മയിൽപ്പീലി കൊണ്ടടിച്ചാൽ നല്ല സുഖമല്ലേ ഉണ്ടാവുക അല്ലേ? ചെറിയ മയിൽപ്പീലി, ആ ചെറിയ മയിൽപ്പീലി കൊണ്ട് അമ്മ എന്നെ അടിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ അടിച്ചു, അല്ല മയിൽപ്പീലി കൊണ്ട് പഠിച്ചാൽ എന്താ കുഴപ്പമല്ലേ? പീലി കൊണ്ടെന്നെ അടിച്ചാളമ്മ കേണോ കൊണ്ടെന്നോ വഴക്കിന്നോ വാരാതെ ഊണിന്നോ വാരാതെ നിന്ന നേരം
അങ്ങനെ എന്തൊക്കെയോ പറയണ്ടേ ശരി, അവരൊക്കെ വായിച്ചു നോക്കിക്കോളും, നല്ല രസമാണ്. ആകെപ്പാടെ നോക്കിയാൽ ഭഗവാന്റെ ബാലലീലകൾ വായിക്കാനും നല്ല രസമാണ്, കേൾക്കാനും നല്ല രസമാണ്. അതിനേക്കാൾ രസമാണ് ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് രാത്രി ഇതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ഭാവന ഉപയോഗിക്കുക. ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഭാവനയില്ലേ? നിങ്ങളുടെ ഭാവനയിൽ അമ്പാടിയിൽ നടന്ന ഏതെങ്കിലും ഒരു ലീല അങ്ങനെ കുറേ നേരം കാണാൻ ശ്രമിക്കുക. കൃഷ്ണൻ്റെ കൈ എങ്ങനെയാണ്, കൃഷ്ണൻ നടക്കുന്നത് എങ്ങനെയാണ്, കൃഷ്ണൻ്റെ വയറെങ്ങനെയാണ്, കൃഷ്ണൻ്റെ ചുണ്ടെങ്ങനെയാണ്, കൃഷ്ണൻ്റെ പല്ലെങ്ങനെയാണ്, കൃഷ്ണൻ്റെ തിരുമുടി എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾ തന്നെ ഭാവനയിൽ കാണുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ഏറ്റവും വലിയൊരു ഗുണമാണല്ലോ, ഈശ്വരൻ എന്ന ഏറ്റവും വലിയ കാര്യമാണെന്ത്, നമുക്ക് ഭാവന കൊണ്ട് എന്തും സൃഷ്ടിച്ചെടുക്കാം. അങ്ങനെ എത്രയോ ഭാവനാസമ്പന്നരായ കവികൾ കൃഷ്ണൻ്റെ ലീലകളൊക്കെ ഭാഗവതത്തിലാകെ കുറച്ച് ശ്ലോകങ്ങളേ ഉള്ളൂ. ആ ചുരുങ്ങിയ ശ്ലോകങ്ങളെ എത്രയോ കവികൾ ഏതെല്ലാമോ ഭാവനയിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല ഭാവന ഓട്ടൂരിൻ്റെ ഭാവനകളാണ്. ഓട്ടൂരിൻ്റെ ഭാവനകളൊക്കെ കവിതാരൂപത്തിൽ കിട്ടാനുണ്ട്, അതൊക്കെ വായിച്ചു നോക്കിക്കോളൂ. കൂടുതലായിട്ട് ഞാനൊന്നും പറയണില്ല. എന്നോട് 6 മണി വരെ സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 6 മണി ആവാറായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് വീട്ടിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ബാലലീല മനസ്സിൽ കണ്ട് ധ്യാനിക്കുക, ദിവസേന ധ്യാനിക്കുക. ഒന്ന് തന്നെ ധ്യാനിക്കുക നല്ലത്. വീട്ടിൽ ഓട്ടൂരിനെ പോലുള്ള മഹാത്മാക്കൾ എഴുതിയിരിക്കുന്ന കവിതകളൊക്കെ എടുത്ത് വായിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഏതായാലും എനിക്കിവിടെ വരാനും ഇവിടെ പ്രഭാഷണം ചെയ്യാനൊരു അവസരം തന്ന ഈ സത്രസമിതിയുടെ ഭാരവാഹികളെ ഞാൻ എൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. ഇത്രയും നേരം ക്ഷമയോട് കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വാക്കുകളെല്ലാം ഭഗവാന്റെ പാദപത്മങ്ങളിൽ സമർപ്പിക്കട്ടെ. സമയം 6 മണി ആവാറായി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാനുസൃതസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.